ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് സ്വാലിഹ പറവീൻ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 5 ഇയർ പ്ലാൻസിനെ കുറിച്ചാണ്. 5 ഇയർ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നുണ്ട് പഞ്ചവത്സര പദ്ധതികൾ, അല്ലേ? അപ്പൊ എന്താണ് പഞ്ചവത്സര പദ്ധതികൾ? നമ്മൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവും. PSCക്ക് പഠിക്കുന്നവരാണെങ്കിൽ PSCയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സ്പെസിഫിക് ആയിട്ടുള്ള PSC അല്ല ഉദ്ദേശിച്ചത്, ജനറൽ ആയിട്ട് നമ്മൾ എഴുതണ 10th ലെവല്, +2 ലെവല്, അതേപോലെ ഡിഗ്രി ലെവലിലൊക്കെ പ്രിലിംസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1951 അത് നിലവിൽ വരുന്നത്. അത് നിലവിൽ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവുമുള്ള നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അവസ്ഥ, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെയുള്ള നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയിൽ വന്ന മാറ്റം, ടെക്നോളജി ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആവട്ടെ, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു നിലയിലേക്ക് നമ്മുടെ ഇന്ത്യൻ ജനങ്ങൾ എത്തിച്ചേർന്നത്? അതിന് നയിച്ച ഒരുപാട് കാരണങ്ങളുണ്ട്. അതില് വലിയൊരു കാരണം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഭരണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആദ്യം കുറെ കാലങ്ങൾക്ക് മുമ്പേ ഇന്ത്യയിൽ എന്താണ്, കാർഷിക രംഗത്താവട്ടെ സാമൂഹികമായ രംഗത്താവട്ടെ ഇന്നത്തെ പോലെ അല്ലെങ്കിൽ പോലും അന്നത്തെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ നല്ലൊരു മികച്ച നിലയിലായിരുന്നെങ്കിൽ പോലും പിന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് എന്ത് വന്നു? യൂറോപ്യൻസും എന്താണ് വിദേശാധിപത്യമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ആ ഒരു അടിച്ചമർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഈ ബ്രിട്ടീഷുകാരാവട്ടെ മറ്റ് യൂറോപ്യൻസ് ആവട്ടെ ഇന്ത്യനെ ഒരുപാട് ചൂഷണം ചെയ്തു. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇന്ത്യ എന്തായിരുന്നു? ഒരു അടിച്ചമർത്തപ്പെട്ട നിലയിൽ വളരെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിന്നിരുന്ന ഒരു നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരുപാട് ഫൈറ്റ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് അങ്ങനെ അവരെന്ത് ചെയ്തു? നമുക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം നേടിത്തന്നു. അപ്പൊ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള എന്തായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഒരു ലക്ഷ്യം എന്തായിരിക്കും? മേജർ ആയിട്ട് അപ്പോഴുള്ള ആ ഒരു എന്താണ് പതറിക്കിടക്കുന്ന അല്ലെങ്കിൽ ചിന്നിച്ചതറി കിടക്കുന്ന ഒരവസ്ഥ, എല്ലാ നിലയിലും തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇന്ത്യയിൽ. ആ അവസ്ഥയെ പുരോഗമിച്ചു കൊണ്ടുവരണം എന്നല്ലേ ആരായാലും ആഗ്രഹിക്കുക? ഇന്ത്യയെ നല്ലൊരു നിലയിൽ എത്തിക്കണം എന്നാണ് ആഗ്രഹിക്കുക. അതായത് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഇന്ത്യയുടെ സ്റ്റാറ്റസിനെ, ഇന്ത്യയുടെ അവസ്ഥയെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ 5 ഇയർ പ്ലാൻസ് അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഒരു ആശയം കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചവത്സരം എന്ന് പറഞ്ഞാൽ എന്താ? 5 ഇയർ, 5 വർഷങ്ങൾ. അതായത് 5 വർഷത്തേക്കുള്ള മുൻകൂട്ടിയുള്ള ഒരു പ്ലാനിങ് അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു എന്താണ് ധാരണ, എന്തൊക്കെയാണ് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെ വളർച്ചകൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്ന ആ ഒരു പദ്ധതിയാണ് എന്ത്? പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു 1951 പക്ഷെ ഇപ്പൊ ഈ പഞ്ചവത്സര പദ്ധതികളൊന്നും ഇല്ല. അത് നിർത്തലാക്കി. എന്ന് മുതൽ? 2017 വരെയാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നത്. അപ്പോ അതിന്റെ ഇടയിൽ 5 വർഷം 5 വർഷം അങ്ങനെയായിട്ട് 12 പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 12 പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടം, അതുപോലെ അതിന്റെ ലക്ഷ്യം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വസ്തുതകൾ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ എക്സാമിലും സ്ഥിരമായിട്ട് ഒരു ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചു കാണാറുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എക്കണോമിക്സിൽ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നന്നായിട്ട് എടുക്കുന്ന ഭാഗം മനസ്സിലാക്കുക, അതിന്റെ കൂടെ തന്നെ പോവുക. കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും, എങ്കിലും നമ്മൾ വീണ്ടും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി റിവൈസ് ചെയ്താൽ നമുക്ക് ഒന്നുകൂടി അത് മനസ്സിലുറപ്പിക്കാം. നമ്മൾ എത്രത്തോളം ഒരു കാര്യം റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്കത് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞു. ഈ ഒരു ആശയം എങ്ങനെയാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഒരു ആശയം ഉടലെടുത്തത് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തത്? അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് മുൻ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ റഷ്യ, അന്ന് USSR എന്നുള്ള പേരിലാണ് റഷ്യ അറിയപ്പെട്ടിരുന്നത്. അപ്പൊ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമുക്ക് ഈ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ഒരു ആശയം നമ്മൾ കൊണ്ടുവരുന്നത്, ഇന്ത്യയിലേക്ക്
നമ്മൾ കടമെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ആശയം ഇന്ത്യയിൽ രൂപപ്പെട്ടത് ഈ ഒരു സോവിയറ്റ് യൂണിയന്റെ അവരുടെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ്. അപ്പൊ സോവിയറ്റ് യൂണിയൻ റഷ്യയിൽ ആദ്യം ഇത് നടപ്പിലാക്കി. റഷ്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷമാണ്? 1928 റഷ്യയിൽ എന്ത് ചെയ്യുന്നത്? റഷ്യയിൽ പഞ്ചവത്സര പദ്ധതികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തത് റഷ്യയിലെ അന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള ജോസഫ് സ്റ്റാലിൻ. റഷ്യയിലെ ജോസഫ് സ്റ്റാലിൻ ആണ് റഷ്യയിലെ പഞ്ചവത്സര പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ റഷ്യയിൽ നിന്നാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഒരു ആശയം നമ്മുടെ ഇന്ത്യ കടമെടുത്തത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. അതായത് ഇതൊരു പ്ലാനിംഗ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ്. അപ്പൊ 5 year പ്ലാൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, കുറെ വ്യക്തിത്വങ്ങളുടെ പേര് നമ്മൾ എന്തായാലും ഓർത്തിരിക്കേണ്ട ആൾക്കാരുണ്ട്. അവരിൽ പെട്ട ഒരാളാണ് ഈ PC മഹലനോബിസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. അപ്പൊ അത് രണ്ടും തമ്മിലുള്ള മാറ്റം ഓർത്തു വെക്കുക. അത് രണ്ടും കമ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാം. പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ, എല്ലാവർക്കും അറിയാം. രാഷ്ട്രശില്പി ആരാണ്? നെഹ്റു ആണ്. ഇതുപോലെ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് M വിശ്വേശ്വരയ്യയെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടാൻ കാരണം എന്തായിരിക്കും? ഇന്ത്യന്റെ പ്ലാനിങ്ങില് 5 year പ്ലാൻസില് ഒരു ചെറുതല്ലാത്ത വലിയ ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? M വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം വഹിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് വെരി വെരി ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണ്, അതിന്റെ ഗ്രന്ഥകർത്താവ് ആരാന്ന് ചോദിക്കാറുണ്ട്. അത് എഴുതിയത് ആരാണ്? M വിശ്വേശ്വരയ്യയുടെ ബുക്കാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അത് പബ്ലിഷ് ചെയ്തത് 1934 ഏകദേശം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയം അടുത്തായിട്ടാണ്, ഏകദേശം ആ ഒരു വർഷത്തിന് അടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യയുടെ എക്കോണമി എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബുക്കാണിത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം, ആ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയുടെ എക്കോണമിയെ മുന്നോട്ട് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായ, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് M വിശ്വേശ്വരയ്യയുടെ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നുള്ള ഒരു പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഒരു ബുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ ആസൂത്രണത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, അതായത് M വിശ്വേശ്വരയ്യയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് September 15 അദ്ദേഹം ജനിച്ചത്. ആ ദിവസം എന്താണ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് September 15 ഓർത്തു വെക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അത് പഠിച്ചു പോവാം. September 15 M വിശ്വേശ്വരയ്യ ജനിച്ചു. അദ്ദേഹത്തിന്റെ ജനന ദിവസം നമ്മൾ ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു, ആഘോഷിക്കുന്നു. ഇനി അദ്ദേഹത്തെ തന്നെ എന്താണ് ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? M വിശ്വേശ്വരയ്യാണ്. ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. അപ്പം M വിശ്വേശ്വരയ്യയെ കുറിച്ച് നമ്മൾ 4 കാര്യങ്ങൾ പഠിച്ചു. M വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജനന ദിവസം എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ഇന്ത്യയിൽ ആഘോഷിക്കുന്നു. ദെൻ ആധുനിക മൈസൂരിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. മീൻസ് ആ ഒരു ഇന്ത്യൻ പ്ലാനിങ്ങും കാര്യങ്ങളും 5 year പ്ലാൻസിന്റെ ഒക്കെ ആ ഒരു സ്റ്റാർട്ടിങ് എവിടുന്നാന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വരികയാണ്. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത്
1938 ആ വർഷം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക കേട്ടോ. 1938 34 ആ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. 1938 ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി നിലവിൽ വരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയുടെ നാഷണാലിറ്റി, ഇന്ത്യയുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസും എക്കണോമിക് സ്റ്റാറ്റസ് ഒക്കെ എങ്ങനെ ഉയർത്താം അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി അറിയപ്പെടുന്നത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നാണ്. അപ്പൊ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്തായിരിക്കും? പിൻഗാമിയാണ് അല്ലെ. അതായത് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റിനെ ഒന്നുകൂടി വിപുലീകരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്മീഷനാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. പിന്നീട് ആദ്യം ഉണ്ടായിരുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി. ഇപ്പൊ നമ്മള് ചെറിയൊരു കട നല്ല കച്ചവടമൊക്കെ ഉണ്ടായി പച്ച പിടിച്ചു വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് പുതുക്കി പണിത് ഒന്നുകൂടി വിശാലാക്കൂലേ? അതേപോലെ ദേശീയ ആസൂത്രണ കമ്മിറ്റി ഒന്നുകൂടി ഉഷാറാക്കി പിൽക്കാലത്ത് ഉണ്ടാക്കിയതാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938 ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ, ഇന്ത്യൻ 5 ഇയർ പ്ലാൻസിന്റെ ഒക്കെ തുടക്കം, അല്ലെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റിയിൽ നിന്നാണ്. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് എം വിശ്വേശ്വരയ്യയുടെ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് ഒക്കെ കാരണമാണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ദേശീയ ആസൂത്രണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് പരിചയമുള്ള പേരുകളൊക്കെ തന്നെയാണ് അല്ലെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചത്. ഇനി ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കണമെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന് ഈ ഒരു ആശയം എവിടെ നിന്ന് കിട്ടി? അപ്പൊ സുഭാഷ് ചന്ദ്രബോസിന് ഈ ഒരു നിർദ്ദേശം, ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്നുള്ള അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കാം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം നൽകിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞനാണ് മേഘ്നാഥ് സാഹ എന്ന് പറയുന്നത്. മേഘ്നാഥ് സാഹ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സുഭാഷ് ചന്ദ്രബോസിന് നിർദ്ദേശം നൽകിയത് ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മിറ്റി തുടങ്ങാം. അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് എന്ത് ചെയ്തു? ആ ആശയം മുന്നോട്ട് വെച്ചു. അതൊരു പബ്ലിക്കിന്റെ ഇടയിൽ അതൊരു ആശയമായിട്ട് അവതരിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അങ്ങനെ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, അപ്പൊ ദേശീയ ആസൂത്രണ കമ്മിറ്റിയാണ് പ്ലാനിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ വന്ന ഫസ്റ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. 1938 നിലവിൽ വന്നു. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിന് ആ ആശയം മുന്നോട്ട് വെക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുത്ത ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞനാണ് മേഘ്നാഥ് സാഹ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ എങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് 5 ഇയർ പ്ലാൻസിന്റെ ഒക്കെ തുടക്കത്തിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് ആൾക്കാർ കുറെ അതുമായിട്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യന്റെ പ്ലാനിങ്ങിലേക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറെ പ്ലാനുകളുണ്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ദേശീയ ആസൂത്രണ കമ്മിറ്റി. അപ്പോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവും അല്ലെ. ഇന്ത്യന്റെ എക്കോണമിയും സാമ്പത്തികവും സാമൂഹികമായിട്ടൊക്കെ മുന്നോട്ട് കൊണ്ടുവരുന്ന എല്ലാവരും ആ സമയത്ത് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ളതിന് ഓരോരുത്തരും ഓരോ പദ്ധതികളും പ്ലാനുകളും ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താ ദേശീയ ആസൂത്രണ കമ്മിറ്റി. ഇനി അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. ബോംബെ പ്ലാൻ 1944 ബോംബെ പ്ലാൻ വരുന്നത്. അപ്പൊ ഈ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള 8 വ്യവസായികൾ, ഓക്കെ, 8 വ്യവസായികൾ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബോംബെ പ്ലാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ടാറ്റ, ബിർള ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളായിട്ടുള്ള ടാറ്റ, ബിർള അവരൊക്കെ ഇതിൽ പെടുന്നുണ്ട്. അതുപോലെ മലയാളി ആയിട്ടുള്ള ഒരാൾ ഉണ്ട് അതില്, അതാണ് ജോൺ മത്തായി എന്ന് പറയുന്നത്. ഇവര് 3 പേരും കൂടാതെ ബാക്കി 5 പേര് കൂടി ഉണ്ട്. അങ്ങനെ 8 വ്യവസായികൾ കൂടി ചേർന്നിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാൻ ആണ് ബോംബെ പ്ലാൻ. 1944 ബോംബെ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ ബോംബെ പ്ലാൻ ആവട്ടെ, ദേശീയ കമ്മിറ്റി ആവട്ടെ, ഗാന്ധിയൻ പ്ലാൻ, പീപ്പിൾസ് പ്ലാൻ, സർവോദയ പ്ലാൻ, ഇതൊക്കെ
ഈ പ്ലാനുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യന്റെ സാമ്പത്തിക സാമൂഹിക മുന്നാക്കം അല്ലെങ്കിൽ ഒരു പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്ലാനുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഗാന്ധിയൻ പ്ലാൻ. ബോംബെ പ്ലാൻ 1944 അതേ വർഷം തന്നെ വന്നിട്ടുള്ള മറ്റൊരു പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഗാന്ധിയൻ പ്ലാനിൽ കുറെ ഗാന്ധിയൻ ചിന്താഗതികളും കാര്യങ്ങളും, അതായത് സമൂഹത്തിന്റെ ഉന്നമതി, ഗ്രാമീണ വികസനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഗാന്ധിയൻ പ്ലാൻ. ഇത് അവതരിപ്പിച്ചത് നാരായൺ അഗർ ആണ്. നാരായൺ അഗർ. ബോംബെ പ്ലാന് 8 വ്യവസായികൾ കൂടി ചേർന്നിട്ടാണ് പറഞ്ഞു. ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത് നാരായൺ അഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അവതരിപ്പിച്ചത്. Then next 1945 Pupils Plan by M.N. Roy. Then സർവോദയ പ്ലാൻ 1950 സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായൺ. ഇത് നമ്മൾ കാണാൻ പഠിക്കട്ടോ. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. മേ ബി ചോദിക്കാം. ഇപ്പോഴത്തെ ഒരു എക്സാമിന്റെ പാറ്റേൺ ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കുറവായിരിക്കും. ചോദിക്കാത്ത ഏരിയ എന്നൊക്കെയാണ് അധികം ചോദിക്കല്. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഗാന്ധിയൻ പ്ലാനും പീപ്പിൾസ് പ്ലാന്, സർവോദയ പ്ലാൻ ഒക്കെ. അതിൽ ബോംബെ പ്ലാന് ഇമ്പോർട്ടന്റ് ആണ്. ബോംബെ പ്ലാനും ഗാന്ധിയൻ പ്ലാനും 1944 നിലവിൽ വന്നത്. ബോംബെ പ്ലാൻ 8 വ്യവസായികൾ കൂടിയിട്ടാണ്. ഗാന്ധിയൻ പ്ലാന് നാരായൺ അഗർ ആണ് അവതരിപ്പിച്ചത്. പീപ്പിൾസ് പ്ലാൻ M.N. റോയ് ആൻഡ് സർവോദയ പ്ലാന് 1950 ജയപ്രകാശ് നാരായൺ. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു അല്ലെ? ദേശീയ ആസൂത്രണ കമ്മിറ്റി ഒന്നുകൂടി വിപുലീകരിച്ചുണ്ടാക്കിയതാണ് എന്ത്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15 മാർച്ച് 15. അപ്പൊ ആ ഡേറ്റ് ഓർത്തു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938 38 ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നു. അതിന് 1950 ആകുമ്പോഴേക്കും നമുക്ക് കുറെ ഐഡിയകളൊക്കെ കിട്ടിയില്ലേ? കുറെ പ്ലാനുകളൊക്കെ അവതരിപ്പിച്ചപ്പോ അതിന് വീണ്ടും കുറച്ച് ഐഡിയകളൊക്കെ കിട്ടി. പിന്നെ അതൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പുതുക്കി പണിത് വിപുലീകരിച്ച് 1950 എന്ത് ചെയ്തു? ദേശീയ ആസൂത്രണ കമ്മിറ്റി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ എന്ന രീതിയിലേക്ക് മാറി. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് നിർത്തിയത് അല്ലെങ്കിൽ ഏതുവരെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നിലവിലില്ല. ആ ഒരു കമ്മീഷൻ 2014 വരെ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇനി ഇതിന്റെ ആസ്ഥാനം, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജന ഭവൻ ആണ്. യോജന ഭവൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, അവസാനം ഒന്നുകൂടി റിവൈസ് ചെയ്യാം അല്ലെ? അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാണ്. അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1950 നമ്മൾ ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇനി ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് ദേശീയ ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വരുമ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫസ്റ്റത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫസ്റ്റത്തെ അധ്യക്ഷൻ നെഹ്റുവും ഫസ്റ്റത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയുമാണ്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 1950 നിലവിൽ വരുന്ന സമയത്തുള്ള പ്രധാനമന്ത്രി ആരാണ്? പ്രൈം മിനിസ്റ്റർ നെഹ്റു ആണ്. അപ്പൊ നെഹ്റു ആണ് ഫസ്റ്റത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ഉപാധ്യക്ഷൻ, ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹമാണ് എന്ത്? ഫസ്റ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഗുൽസരിലാൽ നന്ദയാണ്. എന്താണ് ആക്ടിംഗ് പ്രധാനമന്ത്രി? അതായത് ഒരു പ്രധാനമന്ത്രി രാജിവെക്കുക അല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തൽക്കാലമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് നിൽക്കുന്ന അതിനാണ് നമ്മൾ ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയാ. അപ്പൊ 1964 ഐ തിങ്ക് 64 തോന്നുന്നു നെഹ്റു മരണപ്പെടേണ്ടത്. നെഹ്റു ഭരണത്തിലിരിക്കുകയാണ് മരണപ്പെട്ടത്. അപ്പൊ തൽക്കാലത്തേക്ക് കുറച്ച് സമയത്ത് ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഗുൽസരിലാൽ നന്ദയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് നെഹ്റു ആണ്. ഗുൽസരിലാൽ നന്ദയാണ് ഫസ്റ്റ്
ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ, ആദ്യത്തെ അധ്യക്ഷൻ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ഓക്കെ, ഇനി ഇതേപോലെ ദേശീയ ആസൂത്രണ കമ്മീഷൻ 1950 നിലവിൽ വരുന്ന സമയത്ത് അതിലെ മെമ്പേഴ്സ് ആയിരുന്നു കൃഷ്ണമാചാരി, അതേപോലെ CD ദേശ്മുഖ്. അതിലെ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്ന രണ്ടുപേരാണ് കൃഷ്ണമാചാരി ആൻഡ് CD ദേശ്മുഖ്. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ മേ ബി ചോദിക്കാം, 4 ആൾക്കാരെ തന്നിട്ട് ചുവടെ പറയുന്നവയിൽ ദേശീയ ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരുന്നത് ആര്? 4 ആളെ തരും, അതിലൊന്ന് CD ദേശ്മുഖോ അല്ലെങ്കിൽ കൃഷ്ണമാചാരിക്കാണെങ്കിൽ ഓർത്തു വെക്കുക, കൃഷ്ണമാചാരിയും CD ദേശ്മുഖുമാണ് ദേശീയ ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്ന 2 മെമ്പേഴ്സും. ഇനി ദേശീയ ആസൂത്രണ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 2014 വരെയാണ് അത് ഉണ്ടായിരുന്നത്. അപ്പം 2014 അത് അവസാനിക്കുന്ന സമയത്ത്, നിർത്തലാക്കുന്ന സമയത്ത് ലാസ്റ്റത്തെ അധ്യക്ഷൻ, അവസാനത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി ആയിരുന്നു. ലാസ്റ്റത്തെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് മുണ്ടേക് സിംഗ് അലുവാലിയ, മുണ്ടേക് സിംഗ് അലുവാലിയയും നരേന്ദ്ര മോദിയും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കുക. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ദേശീയ ആസൂത്രണ കമ്മിറ്റി അതിനെ വിപുലീകരിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. 1938 നിലവിൽ വരുന്നത്. ദേശീയ ആസൂത്രണ കമ്മീഷൻ 1950 ദേശീയ ആസൂത്രണ കമ്മീഷനായിട്ട് മാറിയത്, 1950 മാർച്ചിൽ. അപ്പൊ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് അധ്യക്ഷൻ നെഹ്റു, ഫസ്റ്റത്തിലെ ഉപാധ്യക്ഷൻ ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയെ ഫസ്റ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രി എന്ന് പറയുന്നതും ഗുൽസരിലാൽ നന്ദയാണ്. ഇനി ദേശീയ ആസൂത്രണ കമ്മീഷനിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് കൃഷ്ണമാചാരിയും അതുപോലെ CD ദേശ്മുഖും. അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും അവസാനത്തെ ഉപാധ്യക്ഷൻ മുണ്ടേക് സിംഗ് അലുവാലിയ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതിന്റെ 3 പെക്യുലിയാരിറ്റീസ് ആണ് പറയുന്നത്, അതായത് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അപ്പൊ എന്താണ് ഭരണഘടനാ സ്ഥാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഭരണഘടനയിൽ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയിൽ എവിടെയും പ്രതിപാദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് പറയുന്നത്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇത് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല. അതായത് ഭരണഘടനയിൽ ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നേ ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു പാർലമെന്റ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരം ഒരു പ്രത്യേക ഓർഡറിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ദേശീയ ആസൂത്രണ കമ്മീഷൻ. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാർലമെന്റ് നിയമമൊന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതെന്തല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം അല്ല. പക്ഷെ ഇതെന്താണ്, ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, ഇന്ത്യൻ പ്ലാനിങ്ങും ഇന്ത്യന്റെ സാമ്പത്തിക സാമൂഹിക സ്ഥിതിഗതികളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിന് ഉപദേശം നൽകുന്ന ഒരു ഉപദേശക സമിതിയാണ് എന്ത്, ദേശീയ ആസൂത്രണ കമ്മീഷൻ. ഓക്കെ, 3 പോയിന്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയല്ല, പകരം ഇതെന്താണ്, ഒരു ഉപദേശക സമിതിയാണ്. ഓക്കെ, ഇനി ഈ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പക്ഷെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗമാണ് നമ്മൾ എന്ത് പറയും, മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് പോളിസി എന്ന് പറയുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഭരണാധികാരികൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതെന്താണ്, ദേശീയ ആസൂത്രണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഏത് ഭാഗത്താണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പാർട്ട് 4 ആണ് കേട്ടോ. പാർട്ട് 4 ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. അപ്പൊ അത് ദേശീയ ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ദെൻ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇമ്പോർട്ടന്റ് ആണ്. 1951 പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. 51 മുതൽ 2017 വരെയാണ് പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നത്. എത്ര പഞ്ചവത്സര പദ്ധതികൾ ഉണ്ട് ടോട്ടൽ? 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. ഓക്കെ,
ഇനി പഞ്ചവത്സര പദ്ധതി വെറുതെ നമുക്കാണ് പോയി തുടങ്ങാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല അല്ലെ. അപ്പൊ അതിന് ഒരു അംഗീകാരവും അതിന് അന്തിമമായിട്ട് ഒരു അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പഞ്ചവത്സര പദ്ധതി നമുക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതിനൊരു അന്തിമമായിട്ട് ഒരു അനുമതി കൊടുക്കുന്ന അത് കുറച്ച് കമ്മിറ്റികളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ദേശീയ ആസൂത്രണ കമ്മീഷനും ഇവരൊക്കെ അതിന്റെ മെമ്പേഴ്സ് ഒക്കെ കൂടി ചേർന്നിട്ടാണ് നിങ്ങളെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അവരുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു അന്തിമ അനുമതി നടപ്പിലാക്കാനുള്ള ഒരു അവസാന അനുമതി അംഗീകാരം കൊടുക്കുന്നത് NDC ആണ്. NDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഈ കൗൺസിലാണ് പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് NDC നിലവിൽ വരുന്ന എന്നാ 1952 ഓഗസ്റ്റ് 6-നാണ് നിലവിൽ വരുന്നത്. 1952 ഓഗസ്റ്റ് 6. അപ്പൊ ആദ്യം പഞ്ചവത്സര പദ്ധതി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൗൺസിൽ നിലവിൽ വരുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ അംഗീകാരം നൽകുന്ന പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന കൗൺസിൽ, അതായത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. ഇനി ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ NDCയുടെ സെന്റർ ന്യൂഡൽഹി. ഓക്കെ അല്ലേ. പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1951 മുതൽ 2017 വരെ 12 പഞ്ചവത്സര പദ്ധതികളാണുള്ളത്. ഈ പഞ്ചവത്സര പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുന്ന അന്തിമ അനുമതി നൽകുന്ന കൗൺസിൽ NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നത് 1952 ഓഗസ്റ്റ് 6-ന്. ഓക്കെ, അതിന്റെ സെന്റർ ന്യൂഡൽഹി. ഇനി ഈ പഞ്ചവത്സര പദ്ധതികൾ 12 ഉണ്ടെന്ന് പറഞ്ഞു. അത് 1951 മുതൽ തുടർച്ചയായിട്ട് പോന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ ചില ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർഷം നമ്മൾ കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം എണ്ണി പോന്നാല് നമുക്ക് കിട്ടില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം ചിലപ്പോൾ 11ാം പഞ്ചവത്സരയുടെ കാലഘട്ടം ഏത്, അല്ലെങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് കിട്ടണം അല്ലെ. അപ്പൊ അത് ഓരോന്നിന്റെയും കാലഘട്ടം ഏത് വർഷം മുതൽ സ്റ്റാർട്ട് ചെയ്തു, ഏത് വർഷം വരെ അത് ഉണ്ടായിരുന്നത്, ആ കാലഘട്ടവും അതേപോലെ ഓരോന്നിനും ഓരോ ലക്ഷ്യമുണ്ട്. എല്ലാ പഞ്ചവത്സര പദ്ധതിയിലും ഒരേ ലക്ഷ്യമല്ല, ഓരോന്നും വ്യത്യസ്ത ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ലക്ഷ്യം നമ്മളെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഈ ഒരു വർഷങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാന് ഞാൻ ജസ്റ്റ് ഓർത്തെടുക്കുന്ന ഒരു ഇതുണ്ട്, ഒരു കോഡ്, അത് പറഞ്ഞുതരാം. അതേപോലെ അതിന്റെ ലക്ഷ്യങ്ങളും നമുക്ക് 12 ഒക്കെ പഠിച്ചു വരുമ്പോഴത്തേന് മാറിപ്പോകും നമ്മൾ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ. എന്നാൽ റിവൈസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ അത് ഞാനിങ്ങനെ നമ്മൾ പരമാവധി പഠിക്കുന്ന കാര്യം കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് മാറിപ്പോകില്ല. നമ്മുടെ ഡെയിലി ലൈഫ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ന് തോന്നുന്ന എക്സാമ്പിൾസിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡൊക്കെ വെച്ചിട്ടോ അങ്ങനെയൊക്കെ പഠിച്ചാൽ കൂടുതൽ നമുക്ക് മൈൻഡിൽ നിൽക്കും. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇടയിൽ എവിടെയെങ്കിലും പറയാം. വർഷം ഓർത്തെടുക്കാനുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പഞ്ചവത്സരി പദ്ധതി തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു എന്നാണ് 1951-ലാണ്. 51 മുതൽ എത്ര വർഷം വരെ ഉണ്ടായിരിക്കും? 1956 വരെ അല്ലെ, 5 വർഷം. 1956 വരെ ഒന്നാം പഞ്ചവത്സര പദ്ധതി. വിസിബിൾ അല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ പറയണേ? ആ, 55. മാം ഒരു ഡൗട്ട്. ഓക്കെ മാം ഈ 5 ഇയർ പ്ലാൻസ് 1951 സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ? അതിന് അംഗീകാരം കൊടുത്ത ബോഡി പക്ഷെ നിലവിൽ വന്നത് എന്ന് പറഞ്ഞത് 1952. ഓക്കെ, അത് ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടിങ് അല്ലേ. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോ അന്നില്ല, പിന്നീടാണ് ഇതിന് അംഗീകാരം കൊടുക്കുന്ന ഒരു ബോഡി. ഇപ്പം നമ്മള് എന്താണ് ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് സെറ്റായി ശരിയായി വരുന്നേ ഉള്ളൂ. ഓക്കെ, NDC നിലവിൽ വന്നത് അംഗീകാരം കൊടുക്കുന്നത് കൗൺസിൽ നിലവിൽ വന്ന 52 തന്നെയാണ്. പക്ഷെ നമ്മുടെ 5 ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 51-ലാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പൊ 51 to 56 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ രണ്ടാമത്തെ എന്തായിരിക്കും? 1956 to 5 വർഷം, അതായത് 61 വരെ, അടുത്ത 5 വർഷം.
ഇനി മൂന്നാമത്തതിൽ മാറ്റമൊന്നുമില്ല. 1961 മുതൽ 66 വരെ 5 വർഷം. മൂന്നെണ്ണായി അല്ലെ. ഇനി ഇവിടുന്നാണ് എന്ത് വരുന്നത്? ഇവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. 66 ഒരു 3 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. 66 നമ്മുടെ ഒരു ഇന്ത്യ ചൈന യുദ്ധം 62 നടക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യ പാക് യുദ്ധം 65-66 കാലഘട്ടത്തിലെ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ചില യുദ്ധങ്ങൾ മീൻസ് ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം ഒക്കെ നടക്കുന്നുണ്ട്. ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പൊ ആ ഒരു കാരണത്തിൽ ആ മൂന്നാം പഞ്ചവത്സര പദ്ധതി വേണ്ടത്ര വിജയിച്ചില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധമൊക്കെ കാരണം ഇന്ത്യയിലെ സ്ഥിതി ഒന്നുകൂടി മോശമായി. ഓക്കെ. അതേപോലെ 64 നെഹ്റുവിന്റെ മരണം. നെഹ്റു ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു. പിന്നെ നമുക്കറിയാം ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നമ്മൾ പറഞ്ഞു പ്രധാനമന്ത്രിയാണ് അല്ലെ. അപ്പൊ അധ്യക്ഷൻ മരിച്ചുപോയി. പിന്നെ ആക്ടിംഗ് പ്രധാനമന്ത്രി ആയിട്ട് ആര് വന്നു? ഗുൽസാരിലാൽ നന്ദ വന്നു. പിന്നെ അത് മാറിയിട്ട് പിന്നെ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് ആര് വന്നു? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വന്നത്. നെഹ്റു കഴിഞ്ഞിട്ട് പിന്നെ വന്നത്. അപ്പൊ ആ ഒരു മാറിയുള്ള വരവും ഈ ഒരു യുദ്ധവും ഇതൊക്കെ കാരണം മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി വേണ്ടത്ര വിജയം കണ്ടില്ല. അപ്പൊ ആ ഒരു സ്ഥിതിഗതിയിൽ നിന്ന് ഒന്ന് മെച്ചപ്പെട്ടു വരാന് അല്ലെങ്കിൽ ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ് എടുത്തു. 66 മുതൽ 69 വരെയുള്ള 3 വർഷം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ 69 നാലാമത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൂന്നാമത്തെ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഓക്കെ. ദെൻ 69 മുതൽ 5 വർഷം എത്ര വരെ വരും? 74 വരെ വരും. ഓക്കെ. 74 വരെ. ഇനി 1974 മുതൽ അടുത്ത 5 വർഷം 79 വരെ. ഇതും ഇങ്ങനെ പോയി. ഇനി ഇത് അഞ്ചാമത്തായി ട്ടോ. അപ്പൊ അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി 79 വരെയാണെങ്കിൽ പോലും അത് 79 വരെ നീണ്ടു നിന്നില്ല. 1978 വരെ ഈ പദ്ധതി ഉണ്ടായുള്ളൂ. അപ്പൊ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 78 ഒരു പുതിയ ഗവൺമെന്റ്, അതായത് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണ്. അപ്പൊ ഈ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന സമയത്ത് അതെന്ത് ചെയ്തു? ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കി. പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി എന്ന് പറഞ്ഞാല് ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി. പകരം അവര് പുതിയൊരു പ്ലാൻ കൊണ്ടുവന്നു. അവര് ഈ ഒരു ഇന്ത്യന്റെ ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതിക്ക് പകരം അവർ കൊണ്ടുവന്നത് റോളിംഗ് പ്ലാൻ ആയിരുന്നു. ഈ റോളിംഗ് പ്ലാന്റെ കാലാവധി 78 അവർ വന്നതെന്ന് പറഞ്ഞു. 78 മുതൽ 80 വരെയായിരുന്നു റോളിംഗ് പ്ലാൻ. ഓക്കെ. അപ്പൊ അവിടെയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ്? അഞ്ചാമത്തത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അഞ്ചാമത്തത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, 2 വർഷത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി 80 വീണ്ടും ഒരു ഇത് നടക്കണം. 80 വീണ്ടും പുതിയ ഗവൺമെന്റ് വന്നു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നു. അപ്പൊ എന്തായിട്ട് വന്നു? വീണ്ടും 1980 മുതൽ 85 വരെ പുതിയ ഒരു പഞ്ചവത്സര പദ്ധതി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. ഈ 85 മുതൽ അടുത്തത് 1985 മുതൽ 90 വരെ അതും തുടർച്ചയായിട്ട് അങ്ങനെ പോയി. ഈ 90 കഴിഞ്ഞപ്പോ വീണ്ടും എന്ത് ചെയ്തു? അവിടെ ഒരു ഗ്യാപ്പ് വന്നു. അതായത് ഏഴാമത്തത് കഴിഞ്ഞപ്പം 90 മുതൽ 92 വരെ വീണ്ടും ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നരസിംഹറാവു ഗവൺമെന്റ് ആണ് നിലവിൽ വന്നത്. 1990 നരസിംഹറാവു ഗവൺമെന്റ് നിലവിൽ വന്നു. ആ നരസിംഹറാവു ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ ഒരു പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയിട്ട് പകരം ഒരു പുത്തൻ സാമ്പത്തിക നയം സ്വീകരിച്ചു. അതാണ് വാർഷിക പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് 90 മുതൽ 92 വരെ ഈ വാർഷിക പദ്ധതി നരസിംഹറാവു കൊണ്ടുവന്നു. അതിനുശേഷം പിന്നെ എന്തെല്ലാണ്? 92 അടുത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എട്ടാമത്തത് 1992 to 97. ഒമ്പതാമത്തത് 1997 to 2002. ദെൻ പത്താമത്തത് 2002 to 2007. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് തന്നെ പോയി. ദെൻ 2007 to 2012. ദെൻ ഇത് 11ാമത്തത്. 12ാമത്തെ 2012 to 2013.
17 വരെ. അങ്ങനെ 2017 ഈ ഒരു പഞ്ചവത്സര പദ്ധതികൾ നിർത്തലാക്കുന്നത്. ഓക്കെ, 2017 വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഈ 12 വർഷങ്ങൾ. ഇത് ഓർത്തെടുക്കാൻ എന്ത് ചെയ്യാം, 51 മുതൽ സ്റ്റാർട്ട് ചെയ്തു നമുക്കറിയാം അല്ലെ. 51 മുതൽ 56 വരെയാണ് ഫസ്റ്റത്തെ ഉണ്ടായിരുന്നു എന്നറിയാം. അത് കാണാതെ പഠിക്കാം. 2017 വരെയാണ് ഉണ്ടായിരുന്നത് എന്നും അറിയാം. 2017 വരെയാണ് ഉണ്ടായിരുന്നെന്ന് അറിയാം. ഇത് രണ്ടും എന്ത് ചെയ്യാ, കാണാതെ പഠിക്കുക. ഈ 2 വർഷങ്ങൾ, തുടങ്ങിയതും അവസാനിച്ചതും. ഇനി ശേഷം എവിടെയാണ് ആ ഗ്യാപ്പ് വരുന്നത് നോക്കാം. 66 കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, അതായത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 66 to 69. മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗ്യാപ്പ് വരുന്നത് മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 1966 മുതൽ 69 വരെ. എന്താ കാരണം? അവിടെ പകരം വേറെ ഒരു കമ്മീഷനും കാര്യങ്ങളും ഒന്നുമില്ല. അവിടെ പഞ്ചവത്സര പദ്ധതി ഇല്ല, അതിന്റെ പകരം വേറൊരു പദ്ധതിയും ഇല്ല. അവിടുത്തെ കാരണം എന്ന് പറയുന്നത് ഈ യുദ്ധങ്ങളും ഇതൊക്കെ കാരണം ഇന്ത്യ തകർന്നു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അതാണ് അവിടുത്തെ റീസൺ. അടുത്തത് അഞ്ചാമത്തത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അഞ്ചാമത്തെ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പാണ് വരുന്നത്. അതെവിടെയാണ്? 1978 മുതൽ 80 വരെ 2 വർഷത്തെ ഗ്യാപ്പ്. അതിന്റെ കാരണം എന്താണ്? അവിടെ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ അവര് പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയിട്ട് പകരം എന്ത് കൊണ്ടുവന്നു? ഒരു റോളിംഗ് പ്ലാൻ. അപ്പൊ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കും, മൊറാർജി ദേശായി ആണ് കേട്ടോ. അതിന്റെ വർഷം എന്ന് പറയുന്നത് 78 to 80. അപ്പൊ അതാണ് അടുത്ത ഗ്യാപ്പ്. ഇനി അടുത്തത് ഏഴാമത്തത് കഴിഞ്ഞിട്ടാണ്, ഏഴാമത്തെ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ടാണ് അടുത്ത ഗ്യാപ്പ് വരുന്നത്. അതെന്താണ്? 1990 to 92. അതിന്റെ കാരണം എന്താ? അവിടെ നരസിംഹറാവു ഗവൺമെന്റ് ആണ് വന്നത്. അവരെന്ത് ചെയ്തു? അവരും ഈ പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിയിട്ട് പകരം വാർഷിക പദ്ധതി എന്ന പേരിൽ ഒരു പുതിയ സാമ്പത്തിക നയം കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഗ്യാപ്പ്. ഈ ഗ്യാപ്പ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഏത് വർഷം ചോദിച്ചാലും നമുക്ക് ഒരു അര മിനിറ്റോ 1 മിനിറ്റോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, പെട്ടെന്ന് വർഷം കിട്ടും. അപ്പൊ 1951 തുടങ്ങി. അപ്പൊ ഫസ്റ്റത്തത് 51 to 56, രണ്ടാമത്തത് 56 to 61, മൂന്നാമത്തത് 61 to 66, പിന്നെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ നാലാമത്തത് 69 to 74, അഞ്ചാമത്തത് 74 to 79. പക്ഷെ 79 വരെ നീണ്ടു നിന്നില്ല. എന്ത് ചെയ്തു? 78 തന്നെ അത് അവസാനിച്ചു. അത് നമ്മൾ ഓർത്തിക്കണം, മാറാൻ പാടില്ല കേട്ടോ. 78 അത് അവസാനിച്ചു, 79 വരെ നീണ്ടുന്നില്ല. കാരണം എന്താണ്? അപ്പോഴേക്കും ഇലക്ഷൻ നടന്നിട്ട് പുതിയൊരു ഗവൺമെന്റ് വന്നു, മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് വന്നു 78. 78 to 80 ഗ്യാപ്പാണ്. അപ്പൊ അടുത്തത് ആറാമത്തത് 80 to 85, ഏഴാമത്തത് 85 to 90. ദെൻ ഏഴാമത്തത് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, 90 to 92 ഗ്യാപ്പാണ്. ദെൻ 92 to 97. ബാക്കി പിന്നെ അങ്ങനെ 2017 വരെ തുടർച്ചയായിട്ട് പോകും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ഒരു വർഷം ഈ രീതിയിൽ ഓർത്തു വെക്കട്ടെ, വർഷങ്ങള്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഓരോ പഞ്ചവത്സര പദ്ധതിയുടെയും ലക്ഷ്യങ്ങൾ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഫസ്റ്റ് 5 ഇയർ പ്ലാനിന്റെ ഇയർ നമ്മൾ പറഞ്ഞു 1951 to 56 ആണ്. ഇനി മറക്കൂല എന്ന് വിചാരിക്കണം, നമ്മളിപ്പോ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞില്ല. ഓക്കെ, ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ട ഒന്നാണ് ഭക്ഷണം അല്ലെ. അപ്പൊ ഈ ഒരു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കാർഷിക രംഗം വളർച്ച അല്ലെങ്കിൽ കാർഷിക രംഗം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഐഡിയ ആണ് എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടായിരുന്നത്. ഭക്ഷണമാണ് അല്ലെ, ആഹാരം മുഖ്യം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കാർഷിക രംഗം വളർച്ച കൊണ്ടുവരിക. അപ്പൊ കാർഷിക രംഗത്ത് വളർച്ച കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? കൃഷിക്ക് നനക്കാൻ വെള്ളം വേണം അല്ലെ. അപ്പൊ അതിന്റെ കൂടെ വന്നിരുന്ന മെയിൻ ആയിട്ട് കാർഷിക രംഗ വളർച്ചയായിരുന്നു. അതിന്റെ കൂടെ വന്ന മറ്റൊരു ഇതാണ് ജലസേചനം. മറ്റൊരു ലക്ഷ്യമായിരുന്നു ജലസേചനം, അല്ലെങ്കിൽ കൃഷി നനയ്ക്കാനുള്ള ആവശ്യമായ വെള്ളം കണ്ടെത്തുക എന്നുള്ളത്. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കുറച്ച് കുഴിക്കുന്ന പോലെയല്ല, മൊത്തത്തിൽ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള കാർഷിക രംഗം നന്നായിട്ട് മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഓക്കെ, രണ്ടാമത്തത് ജലസേചനം. അപ്പൊ അതേപോലെ മൂന്നാമത്താണ് അഭയാർത്ഥി പുനരധിവാസം. എന്തിനാണ് അഭയാർത്ഥി പുനരധിവാസം ഒരു ലക്ഷ്യമായിട്ട് എടുത്തത്?
ഈ ഒരു ഇൻഡിപെൻഡൻസിന്റെ സമയത്ത് നമുക്കറിയാം ഇന്ത്യ വിഭജനമൊക്കെ ഉണ്ടായ സമയത്ത് കുറെ അഭയാർത്ഥികളുടെ പ്രശ്നം ഉണ്ടായിരുന്നു, കുറെ അഭയാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ എക്സാമിനൊക്കെ അധികം ചോദിക്കല് ഈ കാർഷിക രംഗത്തെ വളർച്ചയാണ്. പക്ഷെ ഇതും ഓർത്തു വെക്കുക, ഇതും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ്. ഓക്കെ, ഇനി ഇത് അറിയപ്പെടുന്ന പേരാണ് ഹരോൾഡ് ഡോമർ മാതൃക. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ചിലപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്നതിന്റെ പകരം എങ്ങനെ ചോദിക്കും, ഹരോൾഡ് ഡോമർ മാതൃകയുടെ കാലഘട്ടം 1951 to 1956 എന്ന് കിട്ടണമെങ്കിൽ നമുക്ക് എന്തറിയണം, ഹരോൾഡ് ഡോമർ മാതൃക എന്ന് പറയുന്നത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെന്ന് അറിയാം. ഓക്കെ, ഹരോൾഡ് ഡോമർ മോഡൽ ഫസ്റ്റ് 5 ഇയർ പ്ലാന് കാലഘട്ടം 1951 to 1956. അതിന്റെ ലക്ഷ്യങ്ങൾ കാർഷിക രംഗത്തുള്ള വളർച്ചയും ജലസേചനം, അഭയാർത്ഥി പുനരധിവാസം. ഓക്കെ, ഇനി ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത്. അപ്പൊ ആദ്യമായിട്ട് ഒരു പഞ്ചവത്സര പദ്ധതി കൊണ്ടുവരികയാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ഐഡിയ വേണം, അതിനൊരു ആമുഖം കാര്യങ്ങളൊക്കെ വേണം അല്ലെ. പഞ്ചവത്സര പദ്ധതി എഴുതി തയ്യാറാക്കണം. അപ്പൊ അതിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയത് ഡോക്ടർ KN രാജാണ്. ഡോക്ടർ KN രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത്. ഓക്കെ, ഇനി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കാർഷിക രംഗം മെച്ചപ്പെടുത്തണമെങ്കിൽ ജലസേചന പദ്ധതികളൊക്കെ വേണമെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ജലസേചന പദ്ധതികള് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തുണ്ടായ പ്രധാനപ്പെട്ട 2 ജലസേചന പദ്ധതികളാണ് ബക്രാനെങ്കലും അതേപോലെ ഹിരാക്കുഡും. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 എണ്ണമാണ്. ഇത് എവിടെയാണെന്നൊക്കെ എക്സാം ചോദിക്കലുണ്ട്, നിങ്ങൾ കണ്ടെത്തുക കേട്ടോ. വർക്കായിട്ട് തരികയാണ്. ബക്രാനെങ്കൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഹിരാക്കുഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് ജലസേചന പദ്ധതികള് ബക്രാനെങ്കലും ഹിരാക്കുഡും നിലവിൽ വരുന്നത്. ഓക്കെ, അതേപോലെ ഈ ഒരു സമയത്താണ് ദാമോദർ വാലി. ദാമോദർ വാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീ പദ്ധതിയാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീ പദ്ധതി, അതൊരു പദ്ധതിയാണ്. അത് അമേരിക്കയിലെ ടെന്നീസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു നദീ പദ്ധതിയാണ് ദാമോദർ വാലി എന്ന് പറയുന്നത്. ഈ ദാമോദർ വാലി പദ്ധതി, ബക്രാനെങ്കല്, ഹിരാക്കുഡ് ഇതൊക്കെ ഈ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് കുടുംബാസൂത്രണം നടപ്പിലാക്കിയത്. കുടുംബാസൂത്രണം നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. അതിന്റെ വർഷം എന്ന് പറയുന്നത് 1952-ലാണ്. 51 to 1956 അല്ലേ നമ്മുടെ പദ്ധതി. അതിൽ 52-ലാണ് കുടുംബാസൂത്രണം നടപ്പിലാക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യയിലാണ് ലോകത്ത് ആദ്യമായിട്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ കുടുംബാസൂത്രണം നടപ്പിലാക്കിയത് 1952-ലാണ്. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഓക്കെ, ഇനി അടുത്തത് CDP നിലവിൽ വന്നതും ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. എന്താണ് CDP? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇത് ഉദ്ഘാടനം ചെയ്തത് 1952 തന്നെയാണ്, ഒക്ടോബർ 2. എന്താ ഒക്ടോബർ 2ന്റെ പ്രത്യേകത? നമുക്കറിയാം അല്ലെ, ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2. അപ്പൊ ഗാന്ധി ജയന്തിന്റെ അന്ന് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഗാന്ധി ജയന്തിന്റെ അന്നാണ് ആര് വന്നത്? CDP നിലവിൽ വന്നത്. CDP എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമ്മളെ ഗാന്ധി എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഡെവലപ്മെന്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഓർത്തു വെക്കുക, ഗാന്ധി സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മകളൊക്കെ ചെയ്തു, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അപ്പം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP നിലവിൽ വന്നത് ഗാന്ധി ജയന്തിന്റെ അന്ന് ഒക്ടോബർ 2-നാണ്. 1952-ലാണ് ഉദ്ഘാടനം ചെയ്തത്. ഒക്ടോബർ 2-നാണ് നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ CDP കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമും കുടുംബാസൂത്രണവും നടപ്പിലാക്കിയത് 1952 ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു മുൻഗാമിനെ നേരത്തെ പറഞ്ഞിരുന്നു, ദേശീയ ആസൂത്രണ കമ്മിറ്റി അറിയപ്പെടുന്നത് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി എന്നാണ് അല്ലെ. അപ്പൊ അതേപോലെ ഈ CDP അറിയപ്പെടുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് അറിയപ്പെടുന്നത് പഞ്ചായത്തി രാജിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നുണ്ട്. പഞ്ചായത്തി രാജ് എന്നുള്ള ആ ഒരു ആശയം ഈ CDP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്ത് വിപുലീകരിച്ചിട്ടാണ് പഞ്ചായത്തി രാജ് എന്നുള്ള ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പൊ പഞ്ചായത്തി രാജ് കൊണ്ടുവന്നത്, അതിന്റെ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൽവന്ത് റായ്
മേത്ത. അപ്പൊ ബൽവന്ത് റായ് പഞ്ചായത്തി രാജ് കൊണ്ടുവന്നത് ഈ കാലഘട്ടത്തല്ല. പഞ്ചായത്തി രാജ് കൊണ്ടുവരാൻ അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു പ്രോഗ്രാമാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് അറിയപ്പെടുന്നത് പഞ്ചായത്തി രാജിന്റെ മുൻഗാമി എന്നാണ്. ഇനി ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 55 ഇന പദ്ധതികൾ. അപ്പൊ 55 ഇന പദ്ധതികൾ നിലവിൽ വന്ന വർഷം എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? 1952 ഒക്ടോബർ 2-ന്. അങ്ങനെയും ചോദിക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് UGC നിലവിൽ വന്നത്. UGC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ലെ, നമ്മുടെ വിദ്യാഭ്യാസവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1953-ലാണ്. അപ്പൊ 52-ൽ കുടുംബാസൂത്രണവും CDP നിലവിൽ വന്നു. UGC നിലവിൽ വരുന്നത് 1953 ഡിസംബറിലാണ്. ഇനി ഈ ഒരു UGC എന്ന് പറയുന്നത് ആദ്യം ഗവൺമെന്റ് ഓർഡറിലൂടെയാണ് നടപ്പിലായത്. അതായത് ഒരു പാർലമെന്റ് നിയമത്തിൽ പരാമർശിച്ചിട്ടില്ലായിരുന്നു. UGCയുമായി ബന്ധപ്പെട്ടിട്ട് പാർലമെന്റ് നിയമത്തിൽ എവിടെയും UGCയെ പരാമർശിച്ചിട്ടില്ലായിരുന്നു. ആദ്യം ഗവൺമെന്റിന്റെ ഒരു താല്പര്യപ്രകാരം ഒരു ഓർഡറിലൂടെ ആ UGC എന്ന് പറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ കൊണ്ടുവന്നു. അത് 1953 അവസാനം ഡിസംബർ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനിൽ ഡിസംബർ 28-നാണ് UGC നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി UGC ഇങ്ങനെ നിലവിൽ വന്നിട്ട് പിന്നെ 1956 ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ 56-ൽ എന്ത് ചെയ്തു? പാർലമെന്റ് നിയമത്തിലൂടെ, ഒരു പാർലമെന്റ് നിയമമായിട്ട് UGCനെ പാസ്സാക്കി. പാർലമെന്റ് നിയമത്തിലൂടെ വന്നപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്തല്ല, ഒരു ഭരണഘടനന്റെ പറഞ്ഞു, പിന്നെ ഇതും പറയുന്നു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പാർലമെന്റ് നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് പാർലമെന്റ് നിയമത്തിലൊന്നും പരാമർശിച്ചിട്ടില്ല, അതുകൊണ്ട് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. UGC എന്ത് ചെയ്തു? UGCനെ കുറിച്ച് 1956-ൽ പാർലമെന്റ് നിയമത്തിലൂടെ നിയമത്തിൽ വന്നു. അപ്പോ UGC എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. ഓക്കെ, UGC എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ ആസൂത്രണ കമ്മീഷൻ എന്തല്ല? സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല. ദേശീയ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, അതൊരു ഭരണഘടനാ സ്ഥാപനമല്ല. 2, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല, അതെന്താണ്? ഒരു ഉപദേശക സമിതിയാണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ UGCനെ കുറിച്ച് പറയുകയാണെങ്കിൽ UGC സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ടാർഗറ്റ് 2.1-ഉം ഗെയിൻഡ് 3.6-ഉം എന്തായിരിക്കും അത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് തുടങ്ങുന്ന സമയത്ത് ഒരു ടാർഗറ്റ് ഉണ്ടായിനി. ഈ ഒരു വർഷം 5 വർഷം കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു 2.1% വളർച്ച കൈവരിച്ചിരിക്കണം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് 2.1% എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അന്നത്തെ ആ ഒരു സാമൂഹ്യ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അതിന്ന് മെച്ചപ്പെട്ടു വരിക അല്ലെങ്കിൽ പുരോഗമിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക് ഉള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഈ ഒരു 2.1% വളർച്ച കൈവരിക്കണം എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഈ പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോഴേക്കും 56 കഴിഞ്ഞപ്പോഴേക്കും എത്രത്തോളം വളർച്ച കൈവരിച്ചു? നമ്മൾ സാമൂഹികമായിട്ടൊക്കെ 3.6% വളർച്ച. അതായത് നമ്മൾ ലക്ഷ്യം വെച്ചതിനേക്കാളും എത്രയോ അധികം അല്ലെ, ഏകദേശം ഇരട്ടിയോളം. 2.1-ന്റെ ഇരട്ടി 4.2 അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മൾ ലക്ഷ്യം വെച്ചതിലേറെ വളർച്ച കൈവരിച്ച ഒരു പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ നമ്മുടെ തുടക്കം തന്നെ എന്തായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലെ. തുടക്കത്തിൽ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ടായി, നല്ല ഒരു സാമ്പത്തിക വളർച്ചയും സാമൂഹിക ഉന്നമനവും ഉദ്ദേശിച്ചതിലേറെ, ലക്ഷ്യം വെച്ചതിലേറെ കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് കിട്ടി അല്ലെ, അത് വിജയിച്ചു. അപ്പൊ അതെന്ത് ചെയ്തു? ബാക്കി തുടർന്ന് വന്നു, വീണ്ടും പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. അങ്ങനെ രണ്ടാമത് വന്ന പഞ്ചവത്സര പദ്ധതി 56 മുതൽ 61 വരെ രണ്ടാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇത് ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാന് 51 to 56 ആണ്. ലക്ഷ്യങ്ങൾ കാർഷിക രംഗത്ത് വളർച്ച കൈവരിക്കുക, പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള ജലസേചനം സാധ്യമാക്കുക, then അഭയാർത്ഥി പുനരധിവാസം. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹരോൾഡ് ഡോമർ മാതൃക. ഇനി ഇതിന്റെ കരട് രൂപരേഖ തയ്യാറാക്കിയത് ഡോക്ടർ KN രാജ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ജലസേചന പദ്ധതികളാണ് ബക്രാനെങ്കലും ഹിരാക്കുടം. അത് എവിടെയാണ് നിങ്ങൾ കണ്ടെത്താട്ടോ, അത് വർക്കാണേ, ഹോംവർക്കാണേ. ദെൻ ദാമോദർ വാലി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് തന്നെ വന്നതാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിവിധ ഉദ്ദേശ നദീ പദ്ധതിയാണ്. ദെൻ അമേരിക്കയിലെ ടെന്നീസ് വാലിയുടെ മാതൃകയിലാണ് ഈ ഒരു ദാമോദർ വാലി ഉണ്ടാക്കിയിട്ടുള്ളത്.
ദെൻ കുടുംബാസൂത്രണ പദ്ധതിയും CDP യും നടപ്പിലാക്കിയത് ഈ ഒരു സമയത്താണ്. 1952 ഇത് രണ്ടും നടപ്പിലാക്കിയത്. ലോകത്ത് തന്നെ ആദ്യമായിട്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ്. ദെൻ CDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. അത് ഗാന്ധി ജയന്തിന്റെ അന്നാണ് ഉദ്ഘാടനം ചെയ്തത് 1952 ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഞ്ചായത്തി രാജിന്റെ മുൻഗാമി. ഓക്കെ, പഞ്ചായത്തി രാജ് ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് പഞ്ചായത്തി രാജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് CDP അറിയപ്പെടുന്ന പേര് പഞ്ചായത്തി രാജിന്റെ മുൻഗാമി എന്നാണ്. പഞ്ചായത്തി രാജ് കൊണ്ടുവന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അദ്ദേഹമാണ് അതിന്റെ രൂപരേഖയൊക്കെ തയ്യാറാക്കിയത് പഞ്ചായത്തി രാജിന്റെ. ഇനി CDP അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് 55 പദ്ധതികൾ. 55 പദ്ധതികൾ നിലവിൽ വന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. UGC നിലവിൽ വന്നതും ഇക്കാലത്ത് തന്നെയാണ്. 53 ഡിസംബർ 28 അത് ആദ്യം ഗവൺമെന്റ് ഓർഡറിലൂടെയാണ് നടപ്പിലായത് 53. ദെൻ 56 അത് പാർലമെന്റ് നിയമത്തിലൂടെ പാസ്സാക്കി. അങ്ങനെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമായിട്ട് മാറി. ഓക്കെ, ഇനി നമ്മൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിരുന്ന ആ ഒരു വളർച്ച എന്ന് പറയുന്നത് 2.1% കിട്ടണമെന്നായിരുന്നു. പക്ഷെ നമുക്ക് അതിനേക്കാളും വിചാരിച്ചതിലേറെ സാമ്പത്തിക വളർച്ച ഉണ്ടായി. 3.6% വളർച്ച ഉണ്ടായി. അപ്പൊ നല്ലൊരു വിജയമാണ് ഇതിലൂടെ നേടിയത്. ഓക്കെ, നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് കടക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 1956 മുതൽ 61 വരെയായിരുന്നു. മറ്റതിന്റെ തുടർച്ചയായിട്ട്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക വളർച്ച. അപ്പൊ ആദ്യത്തിന്റെ ലക്ഷ്യം നമ്മൾ കാർഷിക രംഗത്തെ വളർച്ചയും അതുമായി ബന്ധപ്പെട്ട ജലസേചനവും ഒക്കെ ആയിരുന്നു. പിന്നെ അഭയാർത്ഥികളുടെ പുനരധിവാസം അതുണ്ടായിരുന്നു. അപ്പൊ മെയിൻ ആയിട്ട് അവിടെ കാർഷിക വളർച്ചയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. കാർഷികമായിട്ടൊക്കെ നല്ല പുരോഗതി കിട്ടി എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയർ പ്ലാൻ വിജയിച്ചു എന്ന് പറഞ്ഞു. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വിജയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ രണ്ടാമത് നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു? വ്യാവസായികമായിട്ട് വളർച്ച കൈവരിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് ഓർത്തു വെക്കുക. രണ്ടാമത്തതിന്റെ ലക്ഷ്യം വ്യാവസായിക വളർച്ച. ഇനി ഇതിനറിയപ്പെടുന്ന പേരാണ് മഹലനോബിസ് മാതൃക. മഹലനോബിസ് മാതൃക. അപ്പൊ മഹലനോബിസ് എന്നുള്ള പേര് നമ്മൾ മുമ്പ് പരാമർശിച്ചിരുന്നു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? എന്താണ് മഹലനോബിസിനെ കുറിച്ച് പറഞ്ഞിരുന്നതെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. അയാളെ പിന്നീട് നമ്മൾ പറയും എന്നും പറഞ്ഞിരുന്നു. അതായത് PC മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി. വെരി ഗുഡ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പിയാണ് PC മഹലനോബിസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? M. വിശ്വേശ്വരയ്യ. വെരി ഗുഡ്. അപ്പൊ അത് രണ്ട് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. ശില്പി മഹലനോബിസും ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യയുമാണ്. ഓക്കെ, ദെൻ സോഷ്യലിസ്റ്റ് പാറ്റേൺ പിന്തുടർന്ന മാതൃക എന്നാണ് ഈ സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സോഷ്യലിസ്റ്റ് പാറ്റേൺ പിന്തുടർന്ന മാതൃക. അതായത് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിന്റെ ലക്ഷ്യങ്ങളിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത് സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്താണ്. 1956 വ്യാവസായിക നയം പ്രഖ്യാപിക്കുന്നത്. അപ്പോ ലക്ഷ്യം എന്ന് പറയുന്ന വ്യാവസായിക വളർച്ച. ഇതിനറിയപ്പെടുന്ന പേര് മഹലനോബിസ് മാതൃക. ഒന്നാം 5 ഇയർ പ്ലാനിനെ നമ്മൾ അറിയപ്പെട്ട മാതൃക ഹരോൾഡ് ഡോമർ മാതൃക എന്നായിരുന്നു. സെക്കൻഡ് 5 ഇയർ പ്ലാൻ മഹലനോബിസ് മാതൃക. ദെൻ സോഷ്യലിസ്റ്റ് പാറ്റേൺ പിന്തുടർന്ന മാതൃകയാണ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. വ്യാവസായിക നയം പ്രഖ്യാപിച്ചത് ഈ കാലഘട്ടത്തിലാണ്. 1956. ഇനി വ്യാവസായിക വളർച്ച എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ വ്യാവസായിക വളർച്ച എന്ന് പറയുമ്പോൾ തന്നെ വ്യാവസായികമായിട്ട് കുറെ പ്രൈവറ്റൈസേഷൻ, അതായത് സ്വകാര്യവൽക്കരണം അല്ല ഇവിടെ ഉദ്ദേശിച്ചിരുന്നത്. നമ്മുടെ കാർഷിക മേഖല, നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള വ്യവസായങ്ങൾ, വൻകിട വ്യവസായങ്ങളല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സംരക്ഷണം ലക്ഷ്യം വെച്ചിട്ട്, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ദോഷം വരാത്ത രീതിയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു വ്യാവസായിക വളർച്ചയാണ് ഇവിടെ ലക്ഷ്യം വെച്ചത്. അതായത് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ. നമ്മൾ സമ്പദ് വ്യവസ്ഥനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. സമ്പദ് വ്യവസ്ഥ ഏതൊക്കെയുണ്ട്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ഉണ്ട്, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉണ്ട്, അതേപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ ഉണ്ട്. മുതലാളിത്തം എന്ന് പറഞ്ഞാല് നമുക്കറിയാം അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ പ്രൊഡ്യൂസർ ആരാണോ, ഉൽപാദകർ ആരാണോ അവർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് വെറും
പ്രോഫിറ്റ് നോക്കിയിട്ട് ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യവസ്ഥയാണ്, സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ഇനി സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? രാജ്യത്തിന്റെ താല്പര്യം, ജനങ്ങളുടെ താല്പര്യം മാത്രം നോക്കിയിട്ടുള്ള ഒരു ഇതാണ് സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും, അതായത് വ്യവസായം വളരും വേണം, എന്നാൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാവും ചെയ്യും. അതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. അപ്പൊ ഇന്ത്യന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. റഷ്യയുടേത് സോഷ്യലിസ്റ്റ് ആണ്, അതേപോലെ അമേരിക്കൻ്റെത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണം, അതേപോലെ സോഷ്യലിസ്റ്റ് പാറ്റേൺ സാമൂഹ്യ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മിശ്ര സമ്പദ് വ്യവസ്ഥയിലുള്ള ഒരു വ്യാവസായിക വളർച്ചയാണ് ലക്ഷ്യം വെച്ചത്. ഇനി INC സമ്മേളനം 1905 INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്കറിയാം അതിന്റെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ലാഹോറില് ഒക്കെ INC സമ്മേളനം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ 1955 INCയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനം ആവടി എന്ന സ്ഥലത്താണ് ഉണ്ടായത്. 55 എന്ന് പറയുമ്പോൾ ഇതിന്റെ കാലഘട്ടം അല്ല. പക്ഷെ ഇവിടെ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ആവടി എന്ന് പറഞ്ഞ സ്ഥലത്ത് INCയുടെ ഒരു സമ്മേളനം നടന്നു. അപ്പൊ ആ സമ്മേളനത്തിൽ മെയിൻ ആയിട്ട് പറഞ്ഞിരുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നന്മ അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം വരാത്ത രീതിയിൽ സോഷ്യലിസ്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ സമൂഹത്തിന്റെ ഉന്നമനം നടത്തണം പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ചർച്ചയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. സമൂഹത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം ജനങ്ങൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രീതിയിൽ. അപ്പോ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ വ്യാവസായിക നയം, നമ്മൾ പറഞ്ഞ സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ 1956 വ്യാവസായിക നയം നിലവിൽ വന്നു. അപ്പൊ വ്യാവസായിക നയം നിലവിൽ വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു INC സമ്മേളനത്തിന്റെ അതിന്റെ കാമ്പായിരുന്നു. അതായത് അതിന്റെ മെയിൻ ലക്ഷ്യം ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. സോഷ്യലിസ്റ്റ് രീതിയിൽ സാമൂഹികമായിട്ട് എങ്ങനെ നമുക്ക് പുരോഗതി ഉണ്ടാക്കാം. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് വ്യാവസായിക നയം നിലവിൽ വന്നു. ആ വ്യാവസായിക നയമാണ് പിന്നീട് എന്ത് ചെയ്തത്, ഈ ഒരു സെക്കൻഡ് 5 ഇയർ പ്ലാനിലേക്ക് നയിച്ചത്. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് വ്യാവസായിക വളർച്ച എന്ന് പറഞ്ഞു. അപ്പൊ ആ വ്യാവസായിക വളർച്ചന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കുറെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിലവിൽ വന്നു. ഓക്കെ, ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ നിലവിൽ വന്നു. അപ്പൊ അതുപോലെ വന്ന ആ കാലഘട്ടത്തിൽ വന്ന 3 ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. അപ്പൊ ഇത് മൂന്നും കാണാതെ പഠിക്കുക കേട്ടോ. ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. അപ്പൊ ഇനി ഭിലായി റഷ്യയുടെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്, സ്ഥാപിതമായത് റഷ്യയുടെ സഹായത്തോടെ. ദുർഗാപൂര് ബ്രിട്ടന്റെ സഹായത്തോടെ, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ. ഇതൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭിലായി സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്. ഭിലായി ഛത്തീസ്ഗഡില്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളില്. റൂർക്കേല സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. റൂർക്കേല, ഒഡീഷ, ഇവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് അത് ഇന്ത്യയിൽ സ്ഥാപിച്ചത് എന്നുള്ളത് കാണാതെ പഠിക്കുക കേട്ടോ. എന്തെങ്കിലും കോഡൊക്കെ വെച്ച് പഠിക്കാൻ പറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. ഭിലായി റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡില്, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ വെസ്റ്റ് ബംഗാളില്, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിലും നിർമ്മിച്ചു. ഇത് മൂന്നുമാണ് അന്ന് സ്ഥാപിതമായ പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട മറ്റൊരു പേരാണ് ബൊക്കാറോ. ബൊക്കാറോ ഇതുപോലെ ഒരു ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പക്ഷെ ഇതെന്തല്ല, സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലല്ല, ഇത് തേർഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലാണ് സ്ഥാപിതമായത്. ഇത് റഷ്യയുടെ സഹായത്തോടെയാണ് സ്ഥാപിതമായത്. റഷ്യയുടെ സഹായത്തോടെ സ്ഥാപിതമായ മറ്റൊന്ന് നമ്മളിപ്പോ പറഞ്ഞു, ഏതാണ്? ഭിലായി അല്ലെ. ഭിലായി റഷ്യയുടെ സഹായത്തോടെ ഛത്തീസ്ഗഡിലാണ് സ്ഥാപിച്ചത്. ബൊക്കാറോ റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിലുമാണ് സ്ഥാപിച്ചത്. അപ്പൊ ബൊക്കാറോ സ്ഥാപിച്ചത് തേർഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലാണ്, സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്തിലല്ല. അപ്പൊ അത് മാറിപ്പോകരുത് കേട്ടോ. ചിലപ്പോ 4 തരും. ഈ 4 തന്നിട്ട് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് സ്ഥാപിതമല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ബൊക്കാറോ. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തത് കേട്ടോ. ഇനി
നമ്മൾ പറഞ്ഞു മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതേപോലെ സോഷ്യലിസ്റ്റ് പാറ്റേണിലുള്ള ഒരു 5 ഇയർ പ്ലാൻ ആണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ. വ്യാവസായിക വളർച്ചയായിരുന്നു ലക്ഷ്യം. അപ്പൊ ഇനി ഒരു വ്യാവസായിക വളർച്ച എന്ത് ചെയ്യും, നമ്മുടെ ഇന്ത്യന്റെ സാമ്പത്തിക വളർച്ചയിലും പുരോഗതി കൊണ്ടുവരും. അപ്പൊ എങ്ങനെയാണ് ഇത് സാമ്പത്തിക വളർച്ച ഇന്ത്യക്ക് ഉണ്ടായിക്കണോ, സാമ്പത്തികമായിട്ട് ഇന്ത്യ വളർന്നോ എന്ന് എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? GDP ആണ് അതിനുള്ള സൂചകം. ഈ GDP നോക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച നമ്മൾ കണക്കാക്കുന്നത്. GDP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറയും. മൊത്ത ആഭ്യന്തര ഉൽപാദനം. അപ്പൊ ഇന്ത്യക്കകത്ത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള മൊത്തം സാധനങ്ങൾ, ഇന്ത്യയിലുള്ള മൊത്തം സേവനങ്ങൾ, അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള മൊത്തം ഇന്ത്യയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഉൽപാദനം, ഇന്ത്യയുടെ ഉൽപാദനം, അതാണ് സാമ്പത്തിക വളർച്ചയിലെ GDP എന്ന് പറയുന്നത്. ആ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ സാമ്പത്തിക വളർച്ച ഉണ്ടായിട്ടുണ്ടോ നോക്കുക. അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായ മൊത്തം സാധനങ്ങളും സേവനങ്ങളും നമ്മൾ സം ചെയ്ത് നോക്കും. മൊത്തം നമ്മൾ ഒരു അളവ് കണക്കാക്കും. എന്നിട്ട് അപ്പൊ അതില് വേറൊരു വർഷത്തൊന്നും നോക്കും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ഏത് വർഷമാണ് കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടായതെന്നൊക്കെ. അപ്പൊ ഇത് ഇന്ത്യക്ക് അകത്ത് ഉൽപ്പാദിപ്പിച്ചതാണ്. ഇന്ത്യക്ക് അകത്ത് ഉൽപ്പാദിപ്പിച്ചതാണ്. ഓക്കെ. ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേമാണ് GNP എന്ന് പറയുന്നത്. GNPന്റെ ഫുൾ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. മറ്റേ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വളർത്തുന്ന ആനിമൽസിനെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറയില്ലേ, നമ്മളെ വീട്ടിലുള്ളത്. അതായത് നമ്മളെ വീട് മീൻസ് ഇന്ത്യന്റെ അകത്തുള്ളത്. ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ദേശീയം. നാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ദേശത്തിന്റെ മൊത്തം പ്രൊഡക്റ്റ്. അത് ഇന്ത്യക്ക് അകത്തായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ പുറത്തുള്ള ബിസിനസ്മാൻമാരൊക്കെ ഉണ്ടാവൂലേ, വിദേശത്ത് പോയിട്ട് ബിസിനസ് ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാരൊക്കെ ഉണ്ടാവൂലേ, അതേപോലെ ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള മൊത്തം സാധനങ്ങളും സേവനങ്ങളുമാണ് GNP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. അപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇന്ത്യക്കകത്ത്, GDP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, GNP എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ പൗരന്മാരാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സാമ്പത്തിക വളർച്ച നോക്കുന്ന ഒരു രണ്ട് രീതിയാണത്. അപ്പൊ GDP ആണ് സാമ്പത്തിക വളർച്ച, ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച നിർണ്ണയിക്കാനുള്ള സൂചകം എന്ന് പറയുന്നത് GDP ആണ്. GDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഓക്കെ. ഇനി ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്ന സ്ഥാപനം NSO ആണ്. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്ന സ്ഥാപനം. ഈ GDP GNP ഒക്കെ നമ്മളാണ് നോക്കുക അല്ലെ? ഇല്ലല്ലേ, നമുക്ക് അതിനെ കുറിച്ച് അറിയേ വേണ്ട. ഇതൊക്കെ നോക്കുന്നത് ആരാണ്? NSOന്റെ ഫുൾ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പൊ ഇവിടെയാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മെഹലനോബിസ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ മെൻഷൻ ചെയ്യുന്നത്. മെഹലനോബിസ് മാതൃക എന്നറിയപ്പെടാനുള്ള കാരണം അതാണ്. അതായത് ഈ ഓർഗനൈസേഷനും ഈ കാര്യങ്ങളും ഇന്ത്യന്റെ വളർച്ച നോക്കുന്നു. ഇതിലൊക്കെ ഒരു മെയിൻ കോൺട്രിബ്യൂഷൻ ആർക്കുണ്ട്? ഈ മെഹലനോബിസ്, PC മെഹലനോബിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഉണ്ട്. അപ്പൊ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നില്ല. 2019 മെയ്യിലാണ് ഈ NSO നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത്. അതിനു മുമ്പ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO ആണ് ഉണ്ടായിരുന്നത്. അതേപോലെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും ദെൻ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. NSSO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഈ രണ്ട് ഓർഗനൈസേഷൻ ആണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടാണ് 2019 മെയ്യില് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നിലവിൽ വരുന്നത്. ഈ NSO ആണ് സാമ്പത്തിക വളർച്ച, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. ഓക്കെ. ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് NSO ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ വരുമാനം കണക്കാക്കുന്ന മന്ത്രാലയം എന്ന് പറയുന്നത് MOSPI ആണ്. MOSPI, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ദേശീയ വരുമാനം കണക്കാക്കുന്ന മന്ത്രാലയം. ഓക്കെ. ഇനി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നറിയപ്പെടുന്നത്, ദേശീയ
സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 29-നാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ജൂൺ 29. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കാനുള്ള കാരണം? അന്ന് മഹലനോബിസിന്റെ ജനനദിനാണ്. DDY എന്നിട്ട് ബർത്ത്ഡേ എന്നാട്ടോ ഉദ്ദേശിച്ച്. മഹലനോബിസിന്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ജന്മദിനമായിട്ടുള്ള ജൂൺ 29-നാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന് രൂപം കൊണ്ടത് മഹലനോബിസ് ആണ്. അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ സ്ഥാപിച്ച മഹലനോബിസ് ആണ്. കൽക്കത്തയിലാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. ദെൻ മഹലനോബിസ് നടപ്പിലാക്കിയ ഒരു ജേണൽ ഉണ്ട്. അതായത് ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടും ഇന്ത്യയുടെ വളർച്ചയായിട്ടും ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജേണലാണ് സാംഖ്യ എന്ന് പറയുന്നത്. എന്താണ്? സാംഖ്യ എന്ന് പറയുന്നത് മഹലനോബിസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ജേണലാണ്. ഓക്കെ, അപ്പൊ മഹലനോബിസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അതായത് മഹലനോബിസിന്റെ ബർത്ത്ഡേ ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ജൂൺ 29. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഓർഗനൈസേഷൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. കൊൽക്കത്തയിലാണ്. അദ്ദേഹം നടപ്പിലാക്കിയ ഒരു ജേണലാണ് സാംഖ്യ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ടാർഗറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. അത്ര സാമ്പത്തിക വളർച്ച നേടണം എന്നായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. ബട്ട് എത്രയാണ് ലക്ഷ്യം വെച്ചിട്ട് നേടിയത്? എത്രയാണ്? 4.27, 4.27% നേടിയുള്ളൂ. വിചാരിച്ച അത്രയൊന്നും കൈവരിച്ചില്ലെങ്കിലും ഏകദേശം അത്രത്തോളം തന്നെ 4.5ന്റെ അടുത്തൊക്കെ നമുക്ക് നേടാൻ പറ്റി. അപ്പൊ വിചാരിച്ചതിലേറെ നേടിയത് ഏതായിരുന്നു? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആയിരുന്നു. ഓക്കെ, സെക്കൻഡിലെ 4.27 ആണ് നമ്മൾ നേടിയത്. ഇനി സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് തരാം. ഓക്കെ, സെക്കൻഡ് 5 ഇയർ പ്ലാന് 56 മുതൽ 61 വരെ ലക്ഷ്യം വ്യാവസായിക വളർച്ച മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. ദെൻ സോഷ്യലിസ്റ്റ് പാറ്റേൺ പിന്തുടർന്ന മാതൃകയാണ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ. ഈ 5 ഇയർ പ്ലാനിലാണ് വ്യാവസായിക നയം പ്രഖ്യാപിച്ചത്. ഈ നയം പ്രഖ്യാപിച്ചത് 1956-ലാണ്. അപ്പൊ ഇതൊരു സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്ന് പറഞ്ഞു. അതായത് ജനങ്ങളുടെ ക്ഷേമ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സംരക്ഷണമൊക്കെ ലക്ഷ്യം വെച്ചിട്ട് ഉള്ള വികസനം, അത് വെച്ചിട്ടുള്ള ഒരു വ്യാവസായിക വളർച്ചയാണ് ഉദ്ദേശിച്ചത്. അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. അപ്പൊ അതിന് അനുകൂലമായ രീതിയിലുള്ളത്. ഓക്കെ, ദെൻ INC-യുടെ ഒരു സമ്മേളനം നടന്നിരുന്നു. അത് 1955-ലാണ് നടക്കുന്നത്. ഈ ഒരു 5 ഇയർ പ്ലാനിന്റെ തൊട്ട് മുമ്പത്തെ വർഷമാണ്. ഇത് 56-ലാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് നടക്കുന്നത് തമിഴ്നാട്ടിലെ ആവടിയിൽ വെച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ആവടിയിൽ വെച്ചിട്ടുള്ള സമ്മേളനത്തിൽ മെയിൻ ആയിട്ടും പറഞ്ഞിരുന്നത് സോഷ്യലിസ്റ്റ്, അതായത് സോഷ്യലിസ്റ്റ് നയങ്ങൾ, സാമൂഹികമായിട്ടുള്ള നന്മയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ള ഒരു വളർച്ചയെ കുറിച്ചൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് 56-ൽ വ്യാവസായിക നയം വരുന്നത്. അതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് വ്യാവസായിക വളർച്ച എന്ന് പറഞ്ഞ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. ഇത് മൂന്നാണ് ആ സമയത്ത് ഉണ്ടായത്. ഭിലായി റഷ്യയുടെ സഹായത്തോടെ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിതമായി. ഇനി ബൊക്കാറോ എന്ന് പറയുന്ന ഈ സമയത്തല്ല, അത് തേർഡ് 5 ഇയർ പ്ലാനിന്റെ ടൈമിലാണ് ബൊക്കാറോ സ്ഥാപിച്ചത്. അത് റഷ്യയുടെ സഹായത്തോടെ ജാർഖണ്ഡിലാണ് സ്ഥാപിച്ചത്. ഓക്കെ, ഇനി നമ്മൾ സാമ്പത്തിക വളർച്ചയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച നിർണ്ണയിക്കാനുള്ള ഒരു സൂചകമാണ് GDP എന്ന് പറഞ്ഞത്. GDP-യുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നമ്മുടെ രാജ്യത്തുള്ള ആഭ്യന്തര ഉൽപാദനമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ GDP എന്ന് പറഞ്ഞാല് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്, അതായത് ഇന്ത്യക്കുള്ളിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം ഉൽപാദനം. GNP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ ദേശീയ പ്രൊഡക്റ്റ്. അതായത് ഇന്ത്യക്കകത്താവാം പുറത്താവാം ഇന്ത്യൻ പൗരന്മാരാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മൊത്തം സാധനങ്ങളും സേവനങ്ങളുമാണ് GNP കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഒരു സാമ്പത്തിക വളർച്ച കണക്കാക്കുന്ന സ്ഥാപനം NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ള ഒരു ഇത് രൂപം കൊള്ളുന്നത് 2019 മെയ്യിലാണ്. അപ്പൊ അതിന് മുമ്പും അതുണ്ട്, പക്ഷെ അതിന്റെ പേര് അതെന്തായിരുന്നു? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO-യും അതേപോലെ NSSO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഇത് രണ്ടുമായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ രണ്ട് ഓർഗനൈസേഷനും കൂടി ഒന്നാക്കിയിട്ടാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ NSO എന്നുള്ള ഓർഗനൈസേഷൻ 2019 മെയ്യില് നിലവിൽ വരുന്നത്. ദെൻ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഓർഗനൈസേഷൻ ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അത് കണക്കാക്കുന്ന മന്ത്രാലയം MOSPI ആണ്, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്. ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്ന് പറയുന്നത് മഹലനോബിസിന്റെ
ജനന ദിവസമാണ് ജൂൺ 29. ദെൻ മെഹ്ലനോബിസ് സ്ഥാപിച്ച ഓർഗനൈസേഷൻ ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, കൽക്കത്തയിലാണ് സ്ഥാപിതമായത്. മെഹ്ലനോബിസ് നടപ്പിലാക്കിയ ഒരു ജേണലാണ് സാന്ധ്യ. ഓക്കെ, സാന്ധ്യ. അതേപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.5% ആയിരുന്നു. ഗെയിൻ ചെയ്ത് 4.27%. അപ്പൊ ഏകദേശം അത്രത്തോളം തന്നെ ഗെയിൻ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിന്റെ ഒരു പ്രത്യേകത. ദെൻ അടുത്തത് തേർഡ് 5 ഇയർ പ്ലാൻ. തേർഡ് 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1961 മുതൽ 66 വരെയാണ് അല്ലെ. അതായത് അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വരും. ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഭക്ഷ്യ സ്വയം പര്യാപ്തത. രണ്ടാമത്തത് സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തത. മൂന്നാമത്തത് വ്യാവസായിക സ്വാശ്രയത്വം. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആദ്യത്തെ രണ്ടെണ്ണമാണ്, ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തയും. അപ്പൊ രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ നമ്മൾ പറഞ്ഞു വിചാരിച്ച ടാർഗറ്റിന്റെ അത്ര തന്നെ ഏകദേശം അത്ര ആയിട്ടുള്ളൂ. അപ്പൊ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തതക്കും സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തതക്കും ആയിരുന്നു. അപ്പൊ ഒന്നാമത്തത് കാർഷിക വളർച്ച, രണ്ടാമത്തത് വ്യാവസായിക വളർച്ച. ഇപ്പൊ കാർഷികമായിട്ട് നമ്മൾ വളർന്നു, വ്യാവസായികമായിട്ട് വളർന്നു. ഇനി എന്താണ്? ഭക്ഷ്യ സ്വയം പര്യാപ്തം. നമ്മുടെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തത കൈവരിക്കണം അല്ലെ. നമുക്ക് സ്വയം നമുക്കുള്ള ഭക്ഷണം കണ്ടെത്താൻ, അങ്ങനെ ഓരോരുത്തർക്കുള്ള ഭക്ഷണം സ്വയം എല്ലാവരും പര്യാപ്തരാവണം, അങ്ങനെ ഉദ്ദേശിച്ചു വെക്കാം. ഓക്കെ, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക. അതുപോലെ സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തത. അപ്പം നമ്മുടെ രാജ്യത്ത് എന്താണ് സമ്പദ്ഘടനയിൽ പര്യാപ്തമായിരുന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ലക്ഷ്യം വെച്ചത്. അതായത് പണം എന്ത് ചെയ്യുക, ഒരാൾക്കാരുടെ മാത്രം ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം കൊന്നുകൂടി നിൽക്കുക, അങ്ങനെ പാടില്ല. എന്ത് ചെയ്യണം? സമ്പദ്ഘടന എല്ലാവർക്കും എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം പണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സമ്പദ്ഘടനയിലുള്ള ഒരു സ്വയം പര്യാപ്തത കൈവരിക്കുക. ഇത് രണ്ടുമായിരുന്നു തേർഡ് 5 ഇയർ പ്ലാനിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ യോജന. ഗാഡ്ഗിൽ യോജന. അപ്പൊ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു ഹരോൾഡ് ഡോമർ, രണ്ടാമത്തത് മെഹ്ലനോബിസ്, മൂന്നാമത്തത് ഗാഡ്ഗിൽ യോജന. ഗാഡ്ഗിൽ യോജന. ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് ഹരിത വിപ്ലവം നടക്കുന്നത്. ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്തത് 1965 അത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഹരിത വിപ്ലവം എന്താണെന്ന് നമുക്കറിയാം അല്ലെ. കാർഷിക രംഗത്തുണ്ടായ ഒരു വിപ്ലവം തന്നെയാണ് ഹരിത വിപ്ലവം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ ലക്ഷ്യം തന്നെയാണ് 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുക, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹരിത വിപ്ലവമൊക്കെ നടന്നത്. 1965 ഇത് നടക്കുന്നത്. ഇനി ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ഒരു മുദ്രാവാക്യം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആള് എന്ന് പറയുന്നത് അന്നത്തെ ഈ ഒരു സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്ത് പ്ലാൻ ഹോളിഡേ വരുന്നത് അല്ലെ. 66 മുതൽ 69 വരെ പഞ്ചവത്സര പദ്ധതി ഒന്നും ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്തായിരുന്നു? ആ കാരണങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉൾപ്പെടുത്താം. അതായത് ഈ ഒരു സമയത്താണ് ആദ്യം നമുക്ക് ഹരിത വിപ്ലവത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ 1965 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 1965 സ്റ്റാർട്ട് ചെയ്തു. ലോകത്ത് ആദ്യമായിട്ട് ഹരിത വിപ്ലവം നടന്നത് മെക്സിക്കോയിലാണ്. നമ്മുടെ ഇന്ത്യയിൽ 65 സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പ് തന്നെ ലോകത്ത് ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എവിടെ? മെക്സിക്കോയിൽ. അപ്പൊ അതിൽ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള ഹരിത വിപ്ലവം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി മെക്സിക്കോയിൽ ഹരിത വിപ്ലവം തുടങ്ങിയത് നോർമൻ ബോർലോഗ് ആണ്. അദ്ദേഹമാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, നോർമൻ ബോർലോഗ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. മൊത്തത്തിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ആദ്യമായിട്ട് ഹരിത വിപ്ലവം വന്നത് മെക്സിക്കോയിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം സ്റ്റാർട്ട് ചെയ്ത് 1965. ഓക്കെ, ഇനി ഹരിത വിപ്ലവത്തിലൂടെ നമ്മൾ നേട്ടമുണ്ടാക്കിയ വിളയാണ് ഗോതമ്പ്. അതായത് ഗോതമ്പിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഭക്ഷണ സ്വയം പര്യാപ്തതയുടെ അല്ലെങ്കിൽ 5 ഇയർ പ്ലാനിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭക്ഷണം വർദ്ധിപ്പിക്കുക, ഭക്ഷണം സ്വയം പര്യാപ്തരാവുക. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഹരിത വിപ്ലവം നടന്നു. ഹരിത വിപ്ലവത്തിൽ നേട്ടമുണ്ടാക്കിയ വിള എന്ന് പറയുന്നത് ഗോതമ്പാണ്. ഓക്കെ, ദെൻ ഈ ഒരു
ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഹരിത വിപ്ലവം അല്ല, സോറി, ഈ ഒരു തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് വേണ്ടത്ര വിജയം കൈവരിച്ചില്ല. അതായത് നമ്മുടെ ലക്ഷ്യം കണ്ട ആ ഒരു വിജയമൊന്നും ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായില്ല. അപ്പൊ അതിന്റെ കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞിരുന്നു, കുറച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് ഉണ്ടായ പഞ്ചവത്സര പദ്ധതി, 12 പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് ഉണ്ടായ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാമത്തെ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കാരണങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ കാരണങ്ങൾ, ഒന്നാമത്തെ കാരണം ഇന്ത്യ ചൈന യുദ്ധം. ഇന്ത്യ ചൈന യുദ്ധം 1962 നടക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ്. 61 മുതൽ 66 വരെയാണ് തേർഡ് 5 ഇയർ പ്ലാന്. അതിൽ 62 ഇന്ത്യ ചൈന യുദ്ധം നടന്നു. ഓക്കെ, ദെൻ രണ്ടാമത്തത് ഇന്ത്യ പാക് യുദ്ധം. 65-66 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പൊ ആ ഒരു യുദ്ധം അവസാനിക്കുന്ന 65 തുടങ്ങി 66 അത് അവസാനിച്ചത്. 66 അന്നത്തെ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. നമ്മൾ പറഞ്ഞു 64 നെഹ്റു ആയിരുന്നു, തുടങ്ങിയപ്പോ നെഹ്റു ആയിരുന്നു. 64 നെഹ്റു മരണപ്പെട്ടു. അപ്പോ അന്ന് ആക്ടിംഗ് പ്രധാനമന്ത്രിയായിട്ട് ഗുൽസരിലാൽ നന്ദ വന്നു. അതിനുശേഷം വീണ്ടും ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് പ്രധാനമന്ത്രിയായിട്ട് വന്നത്. ആ ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് എന്ത് ചെയ്തു? 66 ഒരു കരാർ, താഷ്കാങ് കരാർ, താഷ്കാങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ആ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചത്. ഓക്കെ, താഷ്കാങ് കരാറിൽ ഒപ്പുവെച്ചു. ഇനി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്കാങ് കരാറിൽ ഒപ്പുവെച്ചത് കേട്ടോ. അത് ഓർത്തു വെക്കുക, മറന്നു പോകരുത്. ദെൻ ഇപ്പൊ രണ്ട് കാരണങ്ങളായി. രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം, രണ്ട് ഇന്ത്യ പാക് യുദ്ധം. രണ്ട് യുദ്ധങ്ങൾ. ഇന്ത്യ ചൈന യുദ്ധം 1962 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് 65-66 ഓക്കെ, 66 ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചു. താഷ്കാങ് കരാർ ഒപ്പുവെച്ചതോടെയാണ് അവസാനിച്ചത്. ഇനി ഇത് മാത്രമല്ല, വേറെ കുറച്ച് രണ്ട് കാരണങ്ങളും കൂടി ഉണ്ട്. അപ്പൊ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ രണ്ട് യുദ്ധം കഴിഞ്ഞപ്പത്തിന് ഇന്ത്യ സാമ്പത്തികമായിട്ട് തകർന്നു. മൂന്നാമത്തെ നെഹ്റുവിന്റെ മരണമാണ്. നെഹ്റുവിന്റെ മരണം 64 മെയ്യിലാണ്. അപ്പൊ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അല്ലെങ്കിൽ ഈ ഒരു 5 ഇയർ പ്ലാനിന്റെ ഒക്കെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് അല്ലെ, പ്രധാനമന്ത്രിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. നെഹ്റു മരണപ്പെട്ടപ്പോ ഗുൽസരിലാൽ നന്ദ വന്നു. ദെൻ ഫസ്റ്റ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്ന ഗുൽസരിലാൽ നന്ദയാണ്. അടുത്ത പ്രൈം മിനിസ്റ്റർ വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി 66 താഷ്കാങ് കരാറിൽ ഒപ്പുവെച്ചപ്പോ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞു. ആ വർഷം തന്നെ 66 തന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ത് ചെയ്തു? വിദേശത്ത് വെച്ചിട്ടാണ് മരിക്കുന്നത്. 66 മരിച്ചു. അപ്പൊ വിദേശത്ത് വെച്ച് മരിച്ച ഏക പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഓക്കെ, ലാൽ ബഹദൂർ ശാസ്ത്രി 1966 താഷ്കാങ് കരാറിൽ ഒപ്പുവെച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം ആ വർഷം തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു 61-66 കാലഘട്ടത്തിൽ കുറെ തകർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ രണ്ട് യുദ്ധം, 62 ഇന്ത്യ ചൈന യുദ്ധം, 65-66 ഇന്ത്യ പാക് യുദ്ധം, ദെൻ 64 നെഹ്റുവിന്റെ മരണം, അതേപോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണം 66. അപ്പൊ ഇതൊക്കെ കാരണം എന്താണ്? ഈ ഒരു പഞ്ചവത്സര പദ്ധതി വേണ്ടത്ര മുന്നോട്ട് പോയില്ല, വേണ്ടത്ര വിജയകരമായില്ല. ഓക്കെ, അതുപോലെ വേറൊരു കാരണമുണ്ട്. ഇപ്പൊ 3 കാരണമായി. ദെൻ നാലാമത്തെ കാരണം എന്ന് പറയുന്നത്, അന്നത്തെ ആ ഒരു കാലത്തെ മൺസൂൺ ശരിയായില്ല. ഭക്ഷ്യ സ്വയംപര്യാപ്തതയായിരുന്നു മെയിൻ ലക്ഷ്യം. ഇപ്പൊ മൺസൂൺ ഇല്ലെങ്കിൽ കൃഷിയൊക്കെ നടക്കുമോ? ഇല്ല. മൺസൂൺ തെറ്റിക്കഴിഞ്ഞാൽ പ്രാഥമിക മേഖല, അതായത് നമ്മുടെ സാമ്പത്തിക ഘടനയിൽ 3 മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. പ്രാഥമിക മേഖല എന്ന് പറയുന്ന കാർഷികമൊക്കെ വരുന്ന അതിലാണ്. ദ്വിതീയ മേഖലയിലാണ് വ്യവസായം ഒക്കെ വരുന്നത്. തൃതീയ മേഖലയിൽ സേവനങ്ങളും. അപ്പൊ പ്രാഥമിക മേഖലയിൽ കാർഷികം ഒന്നും ശരിയായില്ല, മൺസൂൺ ശരിയാവാത്തത് കൊണ്ട്. അപ്പൊ ആ കാരണം കൊണ്ട് എന്ത് ചെയ്യില്ല, ഈ ഭക്ഷ്യ സ്വയംപര്യാപ്തത വേണ്ടത്ര വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഈ 4 കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി തകർന്നു എന്ന് തന്നെ പറയാം. വിചാരിച്ചത്ര നേട്ടങ്ങളൊന്നും കിട്ടിയില്ല. ഇനി ഈ ഒരു ഹരിത വിപ്ലവം നമുക്ക് നല്ല നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിലൂടെ നേട്ടമുണ്ടാക്കിയ വിളയാണ് ഗോതമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. ദെൻ ഹരിത വിപ്ലവം ഇന്ത്യയിൽ
ഫസ്റ്റ് ഫേസ് തുടങ്ങിയത് ഏത് വർഷത്തെ? 1965. ആ സമയത്തെ ഇന്ത്യൻ കാർഷിക മന്ത്രി ആരായിരുന്നു? ചിലപ്പോൾ ചോദിക്കാം. കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു. ആദ്യത്തെ കാർഷിക മന്ത്രി ആരാണ്? ആദ്യത്തെ പാർലമെന്റിലെ ആദ്യത്തെ കാർഷിക മന്ത്രി എന്ന് പറയുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഹരിത വിപ്ലവ സമയത്ത് അല്ലെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് 65 കാലഘട്ടത്തിലെ ഇന്ത്യയിലെ കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യമാണ്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഒന്ന് ഓർത്തു വെക്കാം. ഇതിന്റെ ഒരു ടാർജറ്റ്, എന്ന് പറയുന്നത് 5.6%. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്ലാനിന്റെ 2.1 ആയിരുന്നു, അതിൽ നമുക്ക് 3.6% കിട്ടി. രണ്ടാമത്തെ പ്ലാനിന്റെ 4.5 ആയിരുന്നു, അതിൽ നമുക്ക് 4.27 വരെയൊക്കെ നേടാൻ പറ്റി. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ മൂന്നാമത്തെ എത്രയൊക്കെ ടാർഗറ്റ് വെച്ചു? 5.6% നേടണം എന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പൊ അത് കുറച്ച് അധികമായി പോയെന്നല്ല, അതിന്റെ കാരണം കൊണ്ടല്ല, അന്നത്തെ ഈ ചില തകർച്ചകൾ കാരണം നമ്മൾ 4 കാരണങ്ങൾ പറഞ്ഞു. ആ കാരണങ്ങൾ കാരണം 2.4 മാത്രമേ നമുക്ക് അന്ന് നേടാൻ കഴിഞ്ഞുള്ളൂ. 2.4% മാത്രം നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തേർഡ് 5 ഇയർ പ്ലാനിൽ പറയുന്നത്. ഇനി തേർഡ് 5 ഇയർ പ്ലാന് ഒന്നുകൂടി റിവൈസ് ചെയ്തു തരാം. തേർഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് 61-66 കാലഘട്ടത്തിലാണ്. മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതേപോലെ ഇന്ത്യൻ സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തത, വ്യാവസായിക സ്വാശ്രയത്വം. അപ്പൊ മെയിൻ ആയിട്ട് ഭക്ഷ്യ സ്വയം പര്യാപ്തതയും സമ്പദ്ഘടനയിലുള്ള സ്വയം പര്യാപ്തതയും. ദെൻ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്, ഈ 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അത് കൊണ്ടുവന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ദെൻ ഇത് അറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ യോജന. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ 1ാം ഘട്ടം തുടങ്ങിയത് 1965 ഈ ഒരു 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്താണ്. ലോകത്ത് ആദ്യമായി ഹരിത വിപ്ലവം നടന്ന രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ ആണ്. ഹരിത വിപ്ലവത്തിൽ നേട്ടമുണ്ടാക്കിയ വിള ഗോതമ്പാണ്. ഈ ഒരു 5 ഇയർ പ്ലാനിൽ ഹരിത വിപ്ലവമൊക്കെ ഉഷാറായിട്ട് നടന്നെങ്കിലും ഇതിന്റെ മൊത്തം നമ്മുടെ ലക്ഷ്യം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ഇത് അത്ര വിജയകരമായില്ല. ഈ ഏറ്റവും 12 പദ്ധതികളിൽ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്ക് ഉണ്ടായത് ഈ ഒരു 5 ഇയർ പ്ലാനിന്റെ കാലഘട്ടത്താണ്. അതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യ ചൈന യുദ്ധം 1962, ദെൻ ഇന്ത്യ പാക് യുദ്ധം 65-66 കാലഘട്ടത്തില്. 66-ലാണ് പാക് യുദ്ധം അവസാനിക്കുന്നത്. അവസാനിക്കാൻ കാരണമായ കരാറാണ് താഷ്കാൻ കരാർ. അതിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ദെൻ അടുത്ത എന്താണ്, ഇത് രണ്ടും ഇന്ത്യയെ സാമ്പത്തികമായി തകർത്തു. പിന്നെ നെഹ്റുവിന്റെ മരണം 1964. ഫസ്റ്റ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വന്നത് ഗുൽസറിലാൽ നന്ദ. അടുത്ത പ്രൈം മിനിസ്റ്റർ വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി. അദ്ദേഹം 1966 തന്നെ മരണപ്പെട്ടു. വിദേശത്ത് വെച്ച് മരിച്ച ഏക പ്രൈം മിനിസ്റ്റർ എന്നറിയപ്പെടുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഇനി ഇതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഗുൽസറിലാൽ നന്ദയാണ് കേട്ടോ. അതേപോലെ ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്നത് VV ഗിരിയാണ്. ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് VV ഗിരി, അതും ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു കാരണം മൺസൂൺ ശരിയായില്ല. മൺസൂൺ ആ കാലഘട്ടത്തിൽ കാലാവസ്ഥ ശരിയായില്ല, മൺസൂൺ തെറ്റി വന്നു. അതുകൊണ്ട് പ്രാഥമിക മേഖലയിൽ കാർഷിക മേഖലയിൽ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് മൂന്നാമത്തെ 5 ഇയർ പ്ലാന് തകരാൻ കാരണമായത്, അല്ലെങ്കിൽ വളർച്ച കിട്ടാതിരിക്കാൻ, കുറഞ്ഞ വളർച്ച രേഖപ്പെടുത്താൻ കാരണമായത്. ഹരിത വിപ്ലവ സമയത്തുള്ള ഇന്ത്യൻ കാർഷിക മന്ത്രി സി സുബ്രഹ്മണ്യമായിരുന്നു. ആദ്യത്തെ ഇന്ത്യൻ കാർഷിക മന്ത്രി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ദെൻ അന്നത്തെ നമ്മുടെ ടാർഗറ്റ് 5.6% കൈവരിക്കണമെന്നായിരുന്നു. പക്ഷേ ആകെ 2.4% മാത്രമാണ് ഇന്ത്യക്ക് കൈവരിക്കാനായ നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമുക്ക് പ്ലാൻ ഹോളിഡേ ആണ് വരുന്നത്. എന്താണ് പ്ലാൻ ഹോളിഡേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, 1966 മുതൽ 69 വരെയുള്ള 3 വർഷത്തെ കാലഘട്ടത്തില് പഞ്ചവത്സര പദ്ധതികളൊന്നും നടന്നിട്ടില്ല. 66 കഴിഞ്ഞിട്ട് പിന്നെ അത് സ്റ്റോപ്പായി, താൽക്കാലികമായിട്ട് സ്റ്റോപ്പായി. കാരണം ഈ ഒരു യുദ്ധങ്ങൾ കാരണം, അല്ലെങ്കിൽ ഈ ഒരു മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ച കാരണം അതിൽ നിന്നൊന്ന് ശരിയായി വരാൻ, അതൊന്ന് ഓവർകം ചെയ്തു വരാൻ നമുക്ക് കുറച്ച് സമയമെടുത്തു. അപ്പൊ നമ്മൾ എന്താണ്, നല്ലൊരു ബിസിനസ് തുടങ്ങി, അത്യാവശ്യം പൈസ ഒക്കെ മുടക്കി നല്ലൊരു ലക്ഷ്യം വെച്ചിട്ട് നല്ലൊരു നേട്ടം വിചാരിച്ചിട്ട് നമ്മൾ നല്ലൊരു ബിസിനസ് തുടങ്ങി, അത് നമുക്ക് തകർന്നു. നമ്മൾ അപ്പൊ തന്നെ അടുത്ത ബിസിനസ് തുടങ്ങുമോ? ഇല്ല. എന്താണ്, നമുക്ക് അതൊന്നും ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും അല്ലെ? അതേപോലെ ഒരു ഹോളിഡേ ആണ് 66 മുതൽ 69 വരെയുള്ള വർഷത്തില് നമുക്ക് പ്ലാനിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല. യുദ്ധത്തിലെ സാമ്പത്തിക തകർച്ചയായിരുന്നു അതിന്റെ കാരണം. അപ്പൊ അതിന്റെ പകരമായിട്ട് അന്ന് ചെറിയ ചെറിയ വാർഷിക പദ്ധതികളൊക്കെ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയിരുന്നു.
എങ്കിലും 5 ഇയർ പ്ലാൻ അന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ മൂന്നാമത്തെ കഴിഞ്ഞിട്ട് പിന്നെ നാലാമത്തെ 5 ഇയർ പ്ലാൻ വരുന്നത് 1969-74 കാലഘട്ടത്തിലാണ് 4th 5 ഇയർ പ്ലാൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥിരതയോടെയുള്ള വളർച്ചയും സ്വാശ്രയത്വവും. സ്ഥിരതയോടെയുള്ള വളർച്ചയും സ്വാശ്രയത്വവും. അപ്പൊ അത് ഓർത്ത് വെക്കുക. ഇത് രണ്ടുമായിരുന്നു 4th 5 ഇയർ പ്ലാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിനറിയപ്പെടുന്ന പേരാണ് ഗാഡ്ഗിൽ മാതൃക. നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, മൂന്നാമത്തെ 5 ഇയർ പ്ലാനിന്റെ പേരും അതല്ലേ? അത് രണ്ടും മാറ്റുണ്ട്. മൂന്നാമത്തെ 5 ഇയർ പ്ലാനിന്റെ പേര് ഗാഡ്ഗിൽ യോജനയാണ്. ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നത് 4th 5 ഇയർ പ്ലാൻ ആണ്. അപ്പൊ അത് മാറിപ്പോകരുത്, അത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. ഗാഡ്ഗിൽ യോജന 3rd 5 ഇയർ പ്ലാന്, ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്നത് 4th 5 ഇയർ പ്ലാൻ. ഇനി അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി ഈ ഒരു സമയത്ത് ഈ ഒരു 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ബാങ്ക് ദേശസാൽക്കരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ബാങ്ക് ദേശസാൽക്കരണം ഒക്കെ ആദ്യമായിട്ട് നടന്നത് ഈ കാലഘട്ടത്താണ്. ആദ്യമായിട്ട് നടന്നത് SBIയും RBI ഒക്കെ ബാങ്ക് ദേശസാൽക്കരണം ഒക്കെ നടന്നിരുന്നു. പക്ഷെ ഇങ്ങനെ കൂട്ടമായിട്ട് ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഈ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ അത് എന്നാണെന്ന് ചോദിക്കാം, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് 1969, അതായത് ഈ ഒരു 5 ഇയർ പ്ലാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ തന്നെ 1969 ജൂലൈ 19 ആദ്യഘട്ടത്തില് 14 ബാങ്കുകൾ, എത്ര ബാങ്കുകളാണ്? 14 ബാങ്കുകളാണ് ഇന്ദിരാഗാന്ധി ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ 1969 ആദ്യഘട്ടത്തിൽ 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഏത് കാലഘട്ടത്തിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ, 69 മുതൽ 74 വരെയുള്ള കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി ഇതേപോലെ 1980 എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ ഘട്ടമായിട്ട് 6 ബാങ്കുകളും കൂടി ദേശസാൽക്കരിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി. അപ്പോ മറ്റേതാണ് അധികം ചോദിച്ചു കാണൽ. 69 14 ദേശ ബാങ്കുകൾ സാൽക്കരിച്ചത് ജൂലൈ 19 ട്ടോ. ഇനി ആ ദേശസാൽക്കരണ സമയത്ത് ധനകാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ ബാങ്കും ദേശസാൽക്കരണം ഒക്കെ. അപ്പൊ അന്നത്തെ ധനകാര്യമന്ത്രി ആരാന്ന് ചോദിക്കാം. അപ്പൊ അന്ന് ധനകാര്യമന്ത്രി ആയിരുന്നതാണ് ഇന്ദിരാഗാന്ധി ട്ടോ. ദേശസാൽക്കരണ സമയത്ത് ഇന്ദിരാഗാന്ധി ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പ് വരെ ധനകാര്യമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. ഈ ദേശസാൽക്കരണ സമയത്താണ് ഇന്ദിരാഗാന്ധി ധനകാര്യമന്ത്രിയായിട്ട് മാറിയത്. അപ്പൊ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച വനിത ആരാന്ന് ചോദിക്കാം. അതും ഇന്ദിരാഗാന്ധിയാണ്. ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വനിത ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഇനി ഈ ഒരു സമയത്ത് 3ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നമ്മൾ പറഞ്ഞു ഹരിത വിപ്ലവം നടന്നു. ഈ 4ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ധവള വിപ്ലവം നടക്കുന്നത്. ധവള വിപ്ലവം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. അത് ഏതാണ് വർഷം? 1970. ഓക്കെ, 69 to 74 നമ്മളെ കാലഘട്ടം. 70 ധവള വിപ്ലവം നടക്കുന്നത്. ധവള വിപ്ലവത്തിന്റെ പിതാവ് വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരായിരുന്നു? MS സ്വാമിനാഥൻ ആയിരുന്നു ഇന്ത്യയില്. മൊത്തത്തിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. അടുത്തത് ഈ ഒരു സമയത്താണ് ബംഗ്ലാദേശിന്റെ രൂപീകരണം. ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് ഈ ഒരു സമയത്താണ്. ഈ ഒരു 5 ഇയർ പ്ലാൻ, 4ാമത്തെ 5 ഇയർ പ്ലാനിലാണ്. 1971 ഇന്ത്യ പാക് യുദ്ധം കൊണ്ടും ഇന്ത്യ പാക്കും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിലും എന്താണ്, വേണ്ടത്ര ഒരു വിജയമൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ ആയിരിക്കണം. ഓക്കെ, അന്നത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 5.6 ആയിരുന്നു. 5.6 നമുക്ക് എത്രയാണ് നേടാനായത്? 3.3 നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, 3.3 മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. അപ്പൊ 3rd 5 ഇയർ പ്ലാനിന്റെ ടാർഗറ്റും ഇത് തന്നെയായിരുന്നു. അപ്പൊ അത് രണ്ടും അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. 3rdന്റെതും 5.6 ആണ്, 4thന്റെതും 5.6 ആണ്. ഒന്നാമത്തേന്റെ എന്തായിരുന്നു? 2.1 ആയിരുന്നു. അതിൽ നമുക്ക് 3.6 കിട്ടി. 3.6 കിട്ടി. രണ്ടാമത്തേന്റേത് 4.5 ആയിരുന്നു. അതില് 4.27 ഒക്കെ കിട്ടി. ഓക്കെ, മൂന്നാമത്തതില് 5.6 ആണ്. നാലാമത്തതിലും 5.6 ആണ്. അപ്പൊ ഇതിൽ രണ്ടിലും വേണ്ടത്ര വിജയം കൈവരിച്ചില്ല. ഏറ്റവും കുറവ് വളർച്ച ഉണ്ടായിരുന്നത് മൂന്നാമത്തേലാണ്. അതിൽ 2.4 മാത്രമാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. ഓക്കെ, ഇവിടെ നമുക്ക് 3.3യും. അപ്പൊ അതൊക്കെ അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ.
ഇനി അടുത്തത് 5th 5-year പ്ലാൻ ആണ്. 5th 5-year പ്ലാനിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1974, അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വരും. 74 മുതൽ 79 വരെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് 79 വരെ ആണെങ്കിൽ പോലും ഇത് 78 വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ പ്രത്യേകം നോട്ട് ചെയ്യുക, 78 വരെ ഈ ഒരു 5-year പ്ലാന് നടന്നിട്ടുള്ളൂ. അപ്പൊ ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അതിന്റെ കാലാവധി 74 മുതൽ 79 വരെയാണ്, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. 78-ൽ അത് സ്റ്റോപ്പായി. ഓക്കെ, അപ്പൊ ഈ ഇതിന്റെ 5th 5-year പ്ലാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് മെയിൻ ആയിട്ട് ലക്ഷ്യം വെച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 4ാമത്തേതിൻ്റെത് എന്തായിരുന്നു? സ്ഥിരതയോടെയുള്ള വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു. 3ാമത്തേതിൻ്റെത് ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഓക്കെ, 5ാമത്തേതിൻ്റെത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ എന്ന് പറയുന്നത്. ഗരീബി ഹഠാവോ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യൂ എന്നാണ്. അതേപോലെ ജോലിക്ക് കൂലി വേതനം, ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നത് ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഇനി ഈ ഒരു സമയത്ത് ഈ ഗരീബി ഹഠാവോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പിലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധിയാണ് ആ സമയത്ത് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത്, പ്രധാനമന്ത്രിയായിരുന്നത്. ഓക്കെ, ഇനി ഈ സമയത്ത് തന്നെയാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നുള്ള ഒരു പ്രോഗ്രാമും ഈ ഒരു കാലഘട്ടത്താണ് നടപ്പിലാക്കിയത്. ഓക്കെ, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതൊക്കെ വരുന്നത്. ഗരീബി ഹഠാവോ ആയാലും ജോലിക്ക് കൂലി വേതനം, മിനിമം നീഡ്സ് പ്രോഗ്രാം, ഇതൊക്കെ ആ കാലഘട്ടത്താണ് നടക്കുന്നത്. ഇനി അതുപോലെ 20 ദിന പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി, അങ്ങനെ ഒരു പരിപാടിയും ഈ സമയത്ത് ആവിഷ്കരിച്ചു. ഇനി ഈ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് സി സുബ്രഹ്മണ്യം. ഇപ്പൊ സി സുബ്രഹ്മണ്യത്തെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, എന്താണ്, ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് കാർഷിക മന്ത്രിയായിരുന്നത് സി സുബ്രഹ്മണ്യായിരുന്നു. സി സുബ്രഹ്മണ്യമാണ് 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത്. ഇനി ഈ സമയത്ത് എന്ത് ചെയ്തു? ICDS നിലവിൽ വന്നു. എന്താണ് ICDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ് ആണ് അല്ലെ. ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സർവീസ്. ഓക്കെ, അത് 1975-ലാണ് നിലവിൽ വരുന്നത്. 1975 ഒക്ടോബർ 2-ന്. അപ്പൊ ഇതും ഒരു ഒക്ടോബർ 2-ആണ് കേട്ടോ. ഒക്ടോബർ 2-നാണ് ഇതും നിലവിൽ വരുന്നത്. 1975 ഒക്ടോബർ 2-നാണ് ICDS നിലവിൽ വന്നത്. അപ്പോ ഇതിനു മുമ്പ് നമ്മളൊരു ഒക്ടോബർ 2 പറഞ്ഞിരുന്നല്ലോ, അതെന്തായിരുന്നു? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP ഒക്ടോബർ 2. അതിന്റെ വർഷം 1952 ആയിരുന്നു. 1952-ലാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം നിലവിൽ വരുന്നത് ഒക്ടോബർ 2-ന്. അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് ആണ് അല്ലെ. അതേപോലെ തന്നെ ICDS അങ്ങനെ ആലോചിച്ചാൽ മതി. ICDS എന്ന കുട്ടികളുടെ ഡെവലപ്മെന്റ്, സാമൂഹികമായിട്ടുള്ള ഡെവലപ്മെന്റ്, അതൊക്കെ എന്താണ്, ഒരു ഗ്രാമീണ വികസനം അല്ലെങ്കിൽ സമൂഹത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ഗാന്ധി ജയന്തിന്റെ അന്നാണ് അത് ICDS-ഉം അതേപോലെ CDP-യും ഗാന്ധി ജയന്തി അന്ന് ഒക്ടോബർ 2-നാണ് നിലവിൽ വരുന്നത്. ICDS 1975-ലാണ്. അതേസമയം CDP എന്ന നിലവിൽ വരുന്നത് 1952-ലാണ്. അത് 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ് വരുന്നത്. ICDS 5ാമത്തെ ഘട്ടത്തിലാണ്. ഓക്കെ, കേരളത്തില് ആദ്യമായിട്ട് ICDS നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ് ആദ്യമായിട്ട് ICDS നടപ്പിലാക്കിയത്. ഇനി ഇതാണ് അടിയന്തരാവസ്ഥ കാലത്തെ പഞ്ചവത്സര പദ്ധതി എന്നറിയപ്പെടുന്നത്. ഈ 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതായത് നമുക്കറിയാം 1975-ൽ ഇന്ദിരാഗാന്ധി ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിലെ 3ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ്. ആകെ 3 അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ ആദ്യത്തെ 2 എന്ന് പറയുന്നത്, അതായത് 1ാമത്തെയും 2ാമത്തെയും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് വിദേശികളുടെ ആക്രമണമൊക്കെ കാരണം അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് അത് രണ്ടും ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം 1975-ൽ ഇന്ദിരാഗാന്ധിയാണ് 3ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. അതിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ,
ഇനി ഇതിന്റെ ഒരു കാരണം, ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആഭ്യന്തര കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ കാരണമാണ് ഈ ഒരു അടിയന്തരാവസ്ഥ അന്ന് ഉണ്ടാവാൻ കാരണം. ഇനി പൂർത്തിയാവാനാകാത്ത ഏക പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. എന്താ കാരണം? 1978 ഇത് നിർത്തലാക്കി. 79 വരെയാണ് ശരിക്കും കാലഘട്ടം. കാരണം 78 നിർത്താനുള്ള കാരണം 1978 മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അപ്പൊ ജനതാ ഗവൺമെന്റ് വന്നപ്പോ എന്ത് ചെയ്തു? മൊറാർജി ദേശായി അല്ലെ ഈ പഞ്ചവത്സര പദ്ധതി ഒക്കെ നിർത്തലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്ലാൻ ആയിരുന്നു എന്ത്? റോളിംഗ് പ്ലാൻ. അപ്പം പഞ്ചവത്സര പദ്ധതിക്ക് പകരമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് റോളിംഗ് പ്ലാൻ. അപ്പൊ രണ്ടാമത്തെ ഒരു ഇടവേളയാണ് കേട്ടോ അത് പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടത്തിൽ. ഒന്നാമത്തെ ഇടവേള നമ്മൾ പറഞ്ഞു 66-69 പ്ലാൻ ഹോളിഡേ ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് വേറെ പദ്ധതികളൊന്നും, പഞ്ചവത്സര പദ്ധതികളോ അല്ലെങ്കിൽ വേറെ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് വേറെ പദ്ധതികളില്ല, ഹോളിഡേ ആയിരുന്നു. ഇവിടെയാണെങ്കിലോ 78 പൂർത്തിയാവാതെ നിർത്തലാക്കി. 78 മുതൽ 80 വരെ എന്തായിരുന്നു? മൊറാർജി ദേശായിയുടെ റോളിംഗ് പ്ലാൻ ആണ് അദ്ദേഹം നടപ്പിലാക്കിയത്. അവിടെ പഞ്ചവത്സര പദ്ധതി ഇല്ലായിരുന്നു. ഈ റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം കൊണ്ടുവന്ന ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഗുർനാർ മിർഡാൽ ആണ് റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയത്തിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന്റെ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് മൊറാർജി ദേശായി എന്ത് ചെയ്ത്? റോളിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. പക്ഷെ ഈ റോളിംഗ് പ്ലാനിന്റെ മെയിൻ ഫോക്കസിങ് എന്ത് തന്നെയായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയായിരുന്നു. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ തുടർച്ചയായിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു രണ്ടിന്റെയും ഫോക്കസ്. ഓക്കെ. ഈ ഗുർനാർ മിർഡാൽ എന്ന് പറയുന്നത് ആരാണ്? അദ്ദേഹം ഒരു സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആണ്. ദെൻ അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ഏഷ്യൻ ഡ്രാമ. ചോദിക്കാം. ഏഷ്യൻ ഡ്രാമ എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? ഗുർനാർ മിർഡാൽ. ഓക്കെ. ദെൻ ഇതിനു മുമ്പ് നമ്മൾ ഒരു ബുക്ക് പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് ആരുടെ? എം വിശ്വേശ്വരയ്യ എഴുതിയ ബുക്ക്. അതേതാണ്? ദ പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് എം വിശ്വേശ്വരയ്യ. ഏഷ്യൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് എഴുതിയത് സ്വീഡിഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഗുർനാർ മിർഡാൽ. ആരാണ് ഗുർനാർ മിർഡാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്. ഓക്കെ. ഇനി ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 4.4% ആയിരുന്നു. 4.4% ഇത് ലക്ഷ്യം വെച്ചിരുന്നത്. അപ്പൊ ഇതിൽ 4.8% നമുക്ക് നേടാൻ കഴിഞ്ഞു. അപ്പൊ ഇതും എന്താണ്? ഉദ്ദേശിച്ചതിലേറെ വിജയം കണ്ടു അല്ലെ. ലക്ഷ്യം വെച്ചതിലേറെ നേടാനായി. അപ്പൊ ലക്ഷ്യം വെച്ചതിലേറെ നേടിയത് ഇപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഏതൊക്കെയാണ്? 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയും അതുപോലെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയും. ഓക്കെ. അപ്പൊ ഇത്രയാണ് 5ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. 5ാമത്തെ പദ്ധതി ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഓക്കെ. 74 to 79 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആയിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട 2 മുദ്രാവാക്യങ്ങൾ ഗരീബി ഹഠാവോ ജോലിക്ക് കൂലി വേതനം. അതായത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് ഗരീബി ഹഠാവോ എന്നതിന്റെ മീനിങ്. അപ്പൊ ഇതൊക്കെ ഇന്ദിരാഗാന്ധിന്റെ ഒരു കാലഘട്ടത്താണ്. ഇന്ദിരാഗാന്ധിയാണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത്. അപ്പൊ മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി മിനിമം നീഡ്സ് പ്രോഗ്രാം നടപ്പിലാക്കി. 20 പരിപാടികൾ ആവിഷ്കരിച്ചു. 55 പരിപാടികൾ ആവിഷ്കരിച്ചിരുന്നു. അതെന്നായിരുന്നു? 55 പരിപാടികൾ ആവിഷ്കരിച്ചത് എന്ന്. 55 പരിപാടികൾ എന്ന് പറയുന്നത് നമ്മുടെ CDPയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ മറ്റൊരു പേരാണ്. അത് ഒക്ടോബർ 2-നാണ് 1952 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്താണ്. ഓക്കെ. അപ്പൊ 20 പരിപാടികൾ എന്ന് പറയുന്നത് 5th 5-year പ്ലാൻ 5ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇനി ഇതിന്റെ രൂപരേഖ തയ്യാറാക്കിയത് സി സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് കാർഷിക മന്ത്രിയായിരുന്നു ഹരിത വിപ്ലവ കാലഘട്ടത്തിൽ. ഓക്കെ. അപ്പൊ സി സുബ്രഹ്മണ്യത്തിന്റെ ആ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. 5ാമത്തെ 5-year പ്ലാനിന്റെ ആമുഖം തയ്യാറാക്കിയത് സി സുബ്രഹ്മണ്യം. 1ാമത്തെ 5-year പ്ലാനിന്റെ ആമുഖം തയ്യാറാക്കിയത് ആരായിരുന്നു? ഡോക്ടർ KN രാജ്. ദെൻ ICDS നിലവിൽ വന്നത് 1975 ഒക്ടോബറിലാണ്. ദെൻ കേരളത്തിൽ ആദ്യമായിട്ട് ICDS നടപ്പിലാക്കിയത് വേങ്ങരയിലാണ്. ദെൻ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ 5th 5-year പ്ലാൻ ആണ്.
75-ലാണ് അടിയന്തരാവസ്ഥ. അത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥയാണ് കേട്ടോ. ഇന്ത്യയിലെ 1ഉം 2ഉം അതിനു മുമ്പാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തേതും അവസാനത്തേതുമായ അടിയന്തരാവസ്ഥയാണ് 1975-ലെ അടിയന്തരാവസ്ഥ. പൂർത്തിയാക്കാനാവാത്ത ഏക പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. കാരണം 79-ന് മുമ്പ് 78-ൽ തന്നെ ഇത് നിർത്തലാക്കി. 78-ല് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതുകൊണ്ടാണ് ഇത് നിർത്തലാക്കിയത്. അദ്ദേഹം ഇത് നിർത്തലാക്കിയിട്ട് എന്ത് ചെയ്തു? റോളിംഗ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 1978 മുതൽ 80 വരെ അദ്ദേഹം റോളിംഗ് പ്ലാൻ ആണ് നടപ്പിലാക്കിയത്. അപ്പം റോളിംഗ് പ്ലാൻ എന്നുള്ള ആശയം അദ്ദേഹത്തിന് കിട്ടിയത് എവിടെ നിന്നാണ്? ആ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ഗുർനാർ മിർഡാൽ ആണ്. ഒരു സ്വീഡനിലുള്ള ഒരു എക്കണോമിസ്റ്റ് ആണ് ഗുർനാർ മിർഡാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോളിംഗ് പ്ലാനിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം തന്നെയായിരുന്നു. ഇനി ഗുർനാർ മിർഡാലിന്റെ ബുക്കാണ് ഏഷ്യൻ ഡ്രാമ. പ്ലാൻഡ് ഇക്കോണമി ഫോർ ഇന്ത്യ എഴുതിയത് എം വിശ്വേശ്വരയ്യ. ഏഷ്യൻ ഡ്രാമ എഴുതിയത് ഗുർനാർ മിർഡാൽ. ഇനി ഇതിന്റെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 4.4% സാമ്പത്തിക വളർച്ച. അതിൽ എത്ര 4.8% നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അപ്പൊ ഉദ്ദേശിച്ചതിലേറെ ലക്ഷ്യം കണ്ടു. അപ്പൊ ഈ ഒരു 5 പഞ്ചവത്സര പദ്ധതികളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനിയുണ്ട് 12 5 ഇയർ പ്ലാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ ആദ്യത്തെ ഈ 5 ഇയർ പ്ലാൻസ് ഒക്കെ. ബാക്കിയുള്ളതിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇത്ര അധികം പോയിന്റുകളൊന്നും പഠിക്കാനില്ല. കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇതിന്റെ ബാക്കി. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് 5 ഇയർ പ്ലാൻസ് എന്താണ്, അതിന്റെ ആ ഒരു തുടക്കം, എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത്, ആ ഒരു കാര്യങ്ങളും, പിന്നെ ഏതൊക്കെയാണ് ആദ്യത്തെ 5 5 ഇയർ പ്ലാൻസ്, അതിന്റെ കാലഘട്ടം, അതുപോലെ അതിന്റെ ലക്ഷ്യം, കാര്യങ്ങൾ, ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യാം. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.